അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വീണപ്പൂവ് എന്ന കവിതയിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്തത്. വീണ് കിടക്കുന്ന ഒരു പൂവിനെ നോക്കി സങ്കടത്തോടുകൂടി കവി ചില കാര്യങ്ങൾ പറയുന്നു. ആ പൂവിൽ മനുഷ്യത്വം കൽപ്പിക്കുകയും ആ പൂവിൻ്റെ ജനനത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും ശൈശവത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചും യൗവനത്തെക്കുറിച്ചും പറയുന്ന കവി അതത് കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന സവിശേഷമായ ശാരീരിക മാറ്റങ്ങൾ, ജീവിത രീതികളെ ഒക്കെ സൂചിപ്പിക്കുന്നു. തുടർന്ന് യൗവനകാലത്ത് പൂവിനോളം സൗന്ദര്യമുള്ള ചിത്രശലഭങ്ങളെ സ്വീകരിക്കാതെ പൂവ് ശ്രേഷ്ഠനായ വണ്ടിനെ വരിക്കുകയും ഒടുവിൽ പ്രേമസായുജ്യവും മരണാനന്തര സ്ഥിതിയും ഒരേ സമയത്ത് വന്നപ്പോൾ വീണ് കിടക്കുന്ന പൂവിന് ചുറ്റും വണ്ട് വിതുമ്പിക്കൊണ്ട് കരയുന്നതായാണ് പറയുന്നത്. ശ്ലോകം 13 എന്നങ്ക മേഹനിക തീറു കൊടുത്തു പോയി ഞാൻ എന്നന്യ കാമുകരെയൊക്കെ മടക്കിയില്ലേ ഇന്നോമലേ വിരവിലെന്നെ വെടിഞ്ഞിടല്ലേ എന്നൊക്കെയല്ലേ ഈ വധ വണ്ട് പുലമ്പിടുന്നു. എന്താണ്? എൻ്റെ ശരീരം ഞാൻ ഒരാൾക്ക് തീറ് കൊടുത്തുപോയി എന്ന് പറഞ്ഞ് അന്യ കാമുകന്മാരെയൊക്കെ ആര് മടക്കി അയച്ചു? പൂവ് മടക്കി അയച്ചു. എന്നിട്ട് പൂവ് ആരെ വരിച്ചു? ശ്രേഷ്ഠനായ വണ്ടിനെ വരിച്ചു. പിന്നെ നീ എന്നെ വെടിഞ്ഞു പോകരുതേ എന്ന് പൂവ് ആരോട് പറയുന്നുണ്ട്? വണ്ടിനോട് പറയുന്നുണ്ട്. എന്നെ വരിക്കാൻ വേണ്ടി, എന്നെ വിവാഹം കഴിക്കാൻ ഒരുപാട് സുന്ദരന്മാരായിട്ടുള്ള ചിത്രശലഭങ്ങളും മറ്റ് പ്രാണികുലങ്ങളും ഒക്കെ വന്നിരുന്നു. പക്ഷേ ഞാൻ നിന്നെയാണ് വരിച്ചത്, എനിക്ക് മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞ് നിന്നെയാണ് വരിച്ചത്, അതുകൊണ്ട് നീ എന്നെ വെടിഞ്ഞു പോകരുതെന്ന് പൂവ് വണ്ടിനോട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വണ്ടിനെ വെടിഞ്ഞ് പൂവാണ് പോകുന്നത്. ആ പൂവിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വണ്ട് വിലപിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ സ്നേഹത്തിൽ വിശ്വസിച്ചിരുന്ന പൂവ് വണ്ടിനെ സ്വീകരിച്ചു. സ്നേഹം എന്ന് പറയുന്നത് ഭാഗ്യ സൗന്ദര്യത്തിലുള്ളത് ഒന്നല്ലെന്നും ഒന്ന് മനസ്സിലാക്കിയ പൂവ് വണ്ടിനെ സ്വീകരിച്ചു. അതേപോലെ വണ്ടിനും ആരോട് സ്നേഹം ഉണ്ടായിരുന്നു? പൂവിനോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൂവിനോടുള്ള വണ്ടിൻ്റെ സ്നേഹത്തിലും ഒരു തരത്തിലുള്ള കളങ്കവും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ടാണ് നിലം പതിച്ച് കിടക്കുന്ന പൂവിനെ നോക്കിയിട്ട് പൂവിൻ്റെ വാക്കുകൾ പുലമ്പിക്കൊണ്ട് വണ്ട് തല തല്ലി കരഞ്ഞത്. പൂവ് തല തല്ലി കരഞ്ഞത്. അപ്പോൾ അചേതനങ്ങൾ തമ്മിലുള്ള ചേതനമല്ലാത്ത ജീവനില്ലാത്ത ഒന്നാണല്ലോ പൂവ് എന്ന് പറയുന്നത്. വീണ് കിടക്കുന്ന പൂവിന് ജീവനില്ലല്ലോ. അപ്പോൾ അചേതനങ്ങളായിട്ടുള്ള പരസ്പര പ്രണയങ്ങൾ, അചേതനങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രണയത്തിലും സ്നേഹത്തിൻ്റെ വിവിധ അർത്ഥതലങ്ങൾ കണ്ടെത്തുകയാണ്. സ്വാഭാവികമായിട്ട് വീണ് കിടക്കുന്ന ഒരു പൂവിനെ നോക്കിയിട്ട് അതിനകത്ത് മനുഷ്യത്വം കൽപ്പിക്കാനോ അതിനകത്ത് പ്രണയം കൽപ്പിക്കാനോ അതിനകത്ത് സ്നേഹം കൽപ്പിക്കാനോ നമുക്ക് സാധാരണക്കാർക്ക് പറ്റില്ല. അവിടെ പക്ഷെ കവിക്ക് സാധിക്കുന്നുണ്ട്. അടുത്ത വരി നോക്കാം. ഹാ കഷ്ടമാ വിഭൂതകാമിതമാ ഗുണത്താൽ ആകൃഷ്ടനായി അനുഭവിച്ചൊരു ധന്യനീയാൾ പോകട്ടെ നിന്നോട് ഒരുമിച്ചു മരിച്ചു ശോകാർത്തനായി നിരിപ്പതു നിഷ്ഫലം താൻ. ഇവിടെ ഹാ എന്ന് പറയുന്ന വ്യാക്ഷേപക ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ തുടക്കത്തിലും ഹാ എന്നൊരു ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഹാ പുഷ്പമേ. ഇവിടെ എന്താണ് ഹാ? ഇവിടെ വരുന്ന ഹാ എന്ന് പറയുന്നത് ഒരു പക്ഷേ ദുഃഖത്തോടു കൂടിയുള്ള ഹാ ആണ്. ഈ ദുഃഖമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഹ അതിദാരുണം എന്നർത്ഥം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. എന്താണ് പറയുന്നത്? വണ്ടെന്ന് പറയുന്നത് ഭാഗ്യ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെട്ടവനല്ല. പൂവിൻ്റെ ഭാഗ്യ സൗന്ദര്യത്തെ കണ്ടുകൊണ്ട് ആകർഷിക്കപ്പെട്ടവനല്ല വണ്ടെന്ന് പറയുന്നത്. ദേവന്മാർക്ക് പോലും പ്രിയങ്കരനായ ഗുണത്താൽ ആകർഷനായവനാണ്. പൂവിനെ ആർക്കാണ്? ദേവന്മാർക്ക് പോലും ഇഷ്ടമുണ്ട്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഗുണവും ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആ ഗുണത്തിൽ ആകൃഷ്ടനാണ് ആരെന്ന് പറയുന്നത്? ഈ വരുന്ന വണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യമായ കാന്തിയേക്കാൾ ആന്തരിക സൗന്ദര്യത്തിലെ മൂല്യം അറിയുന്നവൻ ദേവസമാനനാണല്ലോ, അല്ലേ? നമ്മൾ പുറമേ കാണുന്ന
സൗന്ദര്യത്തിന് ഉപരി ഉള്ളിലുള്ള സൗന്ദര്യത്തിൻ്റെ മൂല്യം അറിയുന്നവന് ആർക്ക് സമാനമാണ്? ദൈവത്തിന് സമാനമാണല്ലോ. കാരണം ആർക്കാണ് ഉള്ളിലത്തെ കാര്യങ്ങളല്ലേ? ദൈവത്തിന് ഉള്ളിലത്തെ സൗന്ദര്യം കൃത്യമായിട്ട് അറിയാം. ആ ദൈവത്തിന് തുല്യമായി കാര്യം ഉള്ളിലത്തെ സ്നേഹം അറിയുന്ന, അകത്തുള്ള മനുഷ്യൻ്റെ അകത്തുള്ള ആന്തരികമായ സ്നേഹം അറിയുന്ന വ്യക്തി. ആ വണ്ട് അതുപോലെയാണ്. അപ്പോൾ പൂവിൻ്റെ ഭാഗ്യവും ആന്തരികവുമായ സൗന്ദര്യത്തെ അനുഭവിച്ച വണ്ട് പൂവിനോടൊപ്പം തന്നെ മരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നു. എന്താണ്? പൂവിൻ്റെ ഭാഗ്യമായ സൗന്ദര്യമല്ല, ആന്തരികവുമായ സൗന്ദര്യം രണ്ടിനെ അനുഭവിച്ച ആളാണ് വണ്ട്. അപ്പോൾ പൂവിനോടൊപ്പം തന്നെ മരിച്ചു പോകുന്നതാണ് നല്ലതെന്നാണ് കവി പറയുന്നത്. അല്ലാതെ പൂവിനെ ഓർത്തുള്ള വിരഹവേദയിൽ നീർന്ന നിഷ്ഫലമാണ് അല്ലേ? പൂവ് പോയി, അപ്പോൾ പൂവിനൊപ്പം തന്നെ മരിച്ചു പോകുന്നതാണ് നല്ലത്. അതല്ലാണ്ട് പൂവിനെ ഓർത്ത് ഇങ്ങനെ കരയുന്നത്, വിരഹത്തിൻ്റെ വ്യതയിൽ നിൽക്കുന്നത് ഫലമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ പൂവിൻ്റെ പതനത്തോട് വണ്ടിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ സ്നേഹമോ അല്ലെങ്കിൽ ആ പ്രണയമോ നിലനിൽക്കുന്നില്ല. കാരണം ആളില്ല, ആ വ്യക്തിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്നേഹം നഷ്ടപ്പെട്ട ജീവിതം വ്യർത്ഥമാണെന്നും വ്യർത്ഥമായ ദുഃഖാനുഭവത്തെക്കാൾ എന്താണ് കഷ്ടമായ അവസ്ഥ ജീവിതത്തിൽ എന്താണുള്ളതെന്നും കവി ചോദിക്കുന്നു അല്ലേ? നമുക്ക് വ്യർത്ഥമായ, അതായത് സ്നേഹം നഷ്ടപ്പെട്ട ജീവിതാവസ്ഥ വ്യർത്ഥമാണ്. ആ വ്യർത്ഥമായ ദുഃഖാനുഭവത്തെക്കാൾ കഷ്ടമായിട്ടുള്ള അവസ്ഥ ജീവിതത്തിൽ എന്താണുള്ളതെന്ന് കൂടി കവി ചോദിക്കുന്നുണ്ട്. ഒന്ന്, അങ്ങനെയാണ് ഈ ഒരു ഈ ശ്ലോകം അവസാനിക്കുന്നത്. 15ാമത്തെ ശ്ലോകം എന്താണ്? ചത്തിടും ഇപ്പോഴിവ നൽപ്പവികൽപ്പമില്ല, തത്താദൃശ്യം വ്യസന കുണ്ഠിതമുണ്ടു കണ്ടാൽ അത്യുഗ്രമാ തരുവിലും ബധ കല്ലിലും പോയി പ്രത്യക്ഷമാഞ്ഞു തല തല്ലുകയല്ലി ഗീനൻ. നിങ്ങൾ വണ്ടിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. കാരണം വണ്ട് നമ്മളെ വീടുകളിൽ വൈകുന്നേരം സന്ധ്യാസമയത്ത് വണ്ടുകൾ വരും. ഈ വണ്ടുകൾ വന്നെന്ത് ചോദിച്ചാൽ പറന്നടിച്ച് ചുമരിലൊക്കെ അടിച്ച് താഴെ വീഴും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പറന്നു ഉയരും, വീണ്ടും അടിച്ചോടിപ്പോയി പറന്ന് ചുമരിൽ തലതല്ലി താഴെ വീഴും. ഇവിടെ അതിനെ കവി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വണ്ട് ഇപ്പോൾ തന്നെ മരിച്ചു പോവും, അതിലൊട്ടും സംശയമില്ല. കാരണം എന്താണ്? അത്തരത്തിൽ വ്യസനത്താൽ പൂവ് മരണപ്പെട്ട വ്യസനത്താലുള്ള പാരവശ്യം ആരിലുണ്ട്? ഈ പറയുന്ന വണ്ടിലുണ്ട്. ഉന്നതമായിട്ടുള്ള വൃക്ഷങ്ങളിലും കഠിനമായ കല്ലിലും സ്വയം തലതല്ലിക്കൊണ്ടിരിക്കുകയാണ് വണ്ട്. ചരാചരങ്ങളിലെ പരസ്പര പ്രണയ സങ്കല്പങ്ങളെ പൂവിലൂടെയും വണ്ടിലൂടെയും കവി ആവിഷ്കരിക്കുന്നു. ശ്രദ്ധിച്ചാൽ മതി. അതായത് വണ്ട് ഈ പറയുന്ന പോലെ വലിയ വൃക്ഷങ്ങളിലും കഠിനമായ തല്ലിലും പറക്കുന്ന സമയത്ത് പോയി ഇടിക്കുന്നുണ്ട് വീഴുന്നുണ്ട്. അതിനെ കവി പറയുന്നത് എന്താണ്? വ്യസനത്താൽ പാരവശ്യം പൂണ്ട വണ്ട് എന്തു ചെയ്യുന്നു? തല തല്ലി മരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി തല അടിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ചരാചരങ്ങളിൽ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളിലുമുള്ള പരസ്പര പ്രണയ സങ്കല്പങ്ങളെയാണ് ഈ പൂവിലൂടെയും വണ്ടിലൂടെയും കവി ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ വരികൾ കാണാൻ സാധിക്കുന്നത്. അടുത്ത വരി നോക്കാം. ഒന്നോർക്കിലിങ്ങിവ വളർന്ന ദൃഢാനുരാഗം അന്യോന മാർന്നുപ യമത്തിനു കാത്തിരുന്നു വന്നീയഭായ മധ കണ്ടളി ഭാഗ്യഹീനൻ ക്രന്തിക്കയാം കഠിന താൻ ഭവിത വൃതോ നീ. എന്താണ്? ദൃഢാനുരാഗം, പരസ്പരമുള്ള ദൃഢമായ അനുരാഗം, പ്രണയം വളർന്ന് വിവാഹബന്ധത്തിൽ കലാശിക്കേണ്ടിയിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപായം സംഭവിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ വളരെ പ്രണയത്തിലായിരുന്നു, വളരെ സ്നേഹത്തിലായിരുന്നു, കല്യാണമെല്ലാം ഉറപ്പിച്ചു. ഇടയിൽ അതിലൊരാൾക്ക് അപകടം സംഭവിച്ചോ ഒക്കെ മരിക്കുന്നു. അപ്പോൾ പരസ്പരമുള്ള ദൃഢമായ അനുരാഗം വളർന്ന് വിവാഹബന്ധത്തിൽ കലാശിക്കേണ്ടിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപായം സംഭവിക്കുന്നത്. ഇപ്പോൾ കഠിനമായിട്ടുള്ള വിധിയെ ഓർത്ത് ഭാഗ്യം കെട്ടവനായ വണ്ട് കരയുന്നു. കാരണം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് ആര് മരിക്കുന്നത്? ഈ പറഞ്ഞ പൂവ് മരിക്കുന്നത് അല്ലേ? വളരെ അപ്പോൾ ഈ ഒരു വിധിയെ, കഠിനമായ ഈ ഒരു വിധിയെ ഓർത്ത് ഭാഗ്യം നശിച്ചവനായിട്ടുള്ള ആര്? വണ്ട് കരയുകയാണ്. ക്രന്തിക്കുക എന്ന് പറഞ്ഞാൽ കരയുകയാണ്.
ഭവിത വൃന്ദ പറഞ്ഞാൽ ഭാഗ്യഹീനൻ എന്നാണ് അർത്ഥം. അപ്പോൾ അനുരാഗമാകുന്ന നദിയുടെ സാഫല്യം വിവാഹബന്ധത്തിലൂടെയാണല്ലോ അല്ലേ. പ്രണയമാകുന്ന നദിയുടെ അല്ലേ, ഒരു നദിയുടെ സാഫല്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് കടലിലേക്ക് എത്തുക എന്നാണ് അതിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് അല്ലേ. അതിവിശാലമായിട്ടുള്ള സ്വതന്ത്രമായ കടലിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് ഒരു നദിയുടെ സാഫല്യം എന്ന് പറയുന്നത്. പാതി വഴിയിൽ നിന്ന് പോയാലോ? ഇവിടെ അനുരാഗമാകുന്ന നദിയുടെ സാഫല്യം എന്ന് പറയുന്നത് വിവാഹബന്ധത്തിലൂടെയാണ്. അപ്പം അനുക്ഷണം വളർന്ന് വികസിച്ച പ്രണയനദി ആകസ്മികമായി വറ്റി വരണ്ടു പോയത് കണ്ട് വിധിയെ പഴിക്കുന്ന വണ്ടിലൂടെ മനുഷ്യ ജീവിതവും ഇത്രമേൽ ക്ഷണികമാണെന്ന് വീണ്ടും വീണ്ടും കവി ഓർമ്മിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതവും ക്ഷണികമാണ്. അതായത് അല്ലേ, അനുക്ഷണം വളർന്ന് വികസിച്ച അല്ലേ ഒരു നദി പൊട്ടിമുളക്കുകയാണ്. എങ്ങനെയാണ്? പതിയെ ഒരു പ്രണയ നദി രൂപപ്പെടുകയാണ്. നല്ല പതുക്കെ പതിയെ രൂപപ്പെട്ട് അത് വളരെ വലിയ നദിയാവുന്നു. പക്ഷെ ആ നദിക്ക് എവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല? വിവാഹമാകുന്ന വലിയ സമുദ്രത്തിലേക്ക് എത്തിച്ചേരാനാകുന്നില്ല. അത് ആകസ്മികമായി വറ്റി വരണ്ട് പോയത് കണ്ട്, അതായത് അവിടെ സംഭവിക്കുന്ന മരണമാണ്. മരണം കണ്ട് ആ വിധിയെ പഴിക്കുന്ന വണ്ടിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ പ്രതിനിധി. ആ വണ്ട് മനുഷ്യൻ്റെ പ്രതിനിധി കൂടിയാണ്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ക്ഷണികമാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ വളരെ ക്ഷണികമാണ്. അടുത്ത വരി എന്താണ്? ഇന്നല്ല എങ്കിലൈ നീ ഹൃദയം തുറന്നു നന്ദിച്ച വണ്ട് കുസുമാന്തര ലോലനായി എന്നെ ചതിച്ചു ഷടൻ എന്നതു കണ്ടു നിണ്ടു വന്നേറു മാതിയത നിന്നെ ഹനിച്ചു പൂവേ എന്നാണ്. പിന്നെ പൂവിനോടാണ് പറയുന്നത്. കവി അതുവരെ വണ്ടിന് വേണ്ടി നിലവിളിച്ചു. വണ്ട് വളരെ നല്ലവനാണെന്നും വണ്ട് നല്ല സ്നേഹമുള്ളവനാണെന്നും വണ്ട് നിന്നോർത്ത് തലകല്ലി കരയാനൊക്കെ പറഞ്ഞു. പിന്നെ കവി നേരെ പൂവിൻ്റെ ഒരു മിച്ചിക്ക് മാറി. പിന്നെന്താണ് കവി പറയുന്നത്? അതല്ലെങ്കിൽ പൂവേ, നീ ഹൃദയം തുറന്ന് സ്നേഹിച്ച വണ്ട് മറ്റു പൂവിനെ മോഹിച്ച് നിന്നെ ചതിച്ചു. അപ്പം പറഞ്ഞു ആ വണ്ട് നിന്നെ ചതിച്ചതാണ്. വണ്ടിന് മറ്റൊരു പൂക്കളോട് പ്രണയം ഉണ്ടായത്. കാരണം വണ്ട് എല്ലായിടത്തും ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന ഒരാളല്ലേ. വണ്ടിന് മറ്റൊരാൾ പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു പൂവിനെ മോഹിച്ചിട്ട് വണ്ട് നിന്നെ ചതിച്ചു. നീ ഹൃദയം തുറന്ന് വണ്ടിനെ സ്നേഹിച്ചു, പക്ഷെ വണ്ട് നിന്നെ ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ട. വണ്ടിന് മറ്റാളോട് ഇഷ്ടമുണ്ടായിരുന്നു. അത് നീ അറിഞ്ഞു. അതുമൂലമുണ്ടാകുന്ന ദുഃഖത്താൽ നീ മരിച്ചതാകാമെന്നാണ് കവി സംശയിക്കുന്നത്. കവി പറയുന്നത് എന്താണ്? നീ അവളെ പൂവിനെ ഈ പൂവ് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു വണ്ടിനെ, പക്ഷെ വണ്ട് ആത്മാർത്ഥത കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെ ദുഃഖത്തിൽ നീ മരിച്ചുപോയി എന്നാണ് ആര് കരുതുന്നത്? കവി സംശയിക്കുന്നത് അല്ലേ. പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിനിടയിലും പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ പൂവിൻ്റെയും വണ്ടിൻ്റെയും പ്രണയത്തിനിടയ്ക്ക് അവിശ്വാസം കടന്നു വന്നിട്ടുണ്ടാകുമോ? അല്ലേ, ഒരു പൂവും വണ്ടും തമ്മിൽ പ്രണയിക്കുന്നതിനിടയിൽ അവിശ്വാസം കടന്നു വന്നിട്ടുണ്ടാകുമോ എന്ന ചോദ്യമാണ് കവി ഉന്നയിക്കുന്നത്. കാരണം വണ്ട് എല്ലായിടത്തും കറങ്ങി നടക്കുന്ന ഒരാളല്ലേ. അപ്പോൾ വണ്ടിന് മറ്റേതെങ്കിലും പൂവിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലോ അതിലിപ്പോൾ ഇവർ ചോദിച്ചിട്ടുണ്ടാവാം, ഈ പൂവ് ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഒരു വിശ്വാസവഞ്ചന മരണത്തിനിടയാക്കാം അല്ലേ. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പ്രണയത്തിൽ തേപ്പ് കിട്ടിയൊന്ന് ആത്മഹത്യ ചെയ്തു. അപ്പോൾ വിശ്വാസവഞ്ചന മരണത്തിനിടയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രണയബന്ധങ്ങൾക്കിടയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരസ്പരമുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ മരണത്തിന് തന്നെ ഇടവരാമെന്നാണ് കവി പറയുന്നത് അല്ലേ. രണ്ട് വ്യക്തികൾക്കിടയിൽ, പ്രത്യേകിച്ച് പ്രണയിതാക്കൾക്കിടയിൽ പരസ്പര വിശ്വാസം നിലനിൽക്കുന്ന സമയത്തോളം മാത്രമേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ രണ്ടു പേർക്ക് അത് ദുഃഖമായിട്ടും രൂപപ്പെടുത്തുന്നത്. അടുത്ത വരി എന്താണ്? ഹാ പാർക്കിലി നിഗമനം പരമാർത്ഥമെങ്കിൽ പാപം നിനക്ക് ഫലമായുഴൽ മായഴൽ പൂണ്ട വണ്ടേ ആപത്തെടും തൊഴിലിലോർക്കുക മുമ്പ് പക്ഷാതാപങ്ങൾ സാഹസിക നിങ്ങനെ എങ്ങുമുണ്ടാ എന്താണ്. അപ്പോൾ കവി പറയുകയാണ്, എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ ദുഃഖിതനായ വണ്ട് നിൻ്റെ ദുഃഖം പാപത്തിൻ്റെ ഫലമാകുന്നു. അപ്പോൾ എൻ്റെ ഈ അനുമാനം ശരിയാണെങ്കിൽ ദുഃഖിതനായ വണ്ടേ നിൻ്റെ ദുഃഖം പാപത്തിൻ്റെ ഫലമാകുന്നു. നമ്മുടെ ബൈബിള് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥയെല്ലാം പറയുന്ന സമയത്ത് അതിൽ പറഞ്ഞൊരു കാര്യമാണ് പാപത്തിൻ്റെ കൂലി മരണമാണെന്ന്. ഒരു വ്യക്തി പാപം ചെയ്താൽ അതിൻ്റെ കൂലി മരണമാണെന്ന്. അപ്പോൾ ഇവിടെ എന്താണ്? വണ്ട് പാപം ചെയ്തു. എന്ത് പാപം ചെയ്തു?
കവി സങ്കല്പിക്കുകയാണ്, അല്ലെങ്കിൽ കവി സംശയം പ്രകടിപ്പിക്കുകയാണ്. കവി എന്താണ് വണ്ട് പാവം ചെയ്തത്? പരസ്പര സ്നേഹത്തിൽ വണ്ട് ചതിവ് കാണിച്ചു. വണ്ട് ആരെ സ്നേഹിച്ചു? വണ്ട് മറ്റൊരു പൂവിനെ സ്നേഹിച്ചു. അതുമൂലം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ആ ഒരു പാപത്തിൻ്റെ ഫലമാണ് പൂവിൻ്റെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ നീ ഇത് അനുഭവിക്കണം. അപ്പോൾ ഈ പൂവിൻ്റെ മരണം നീ അനുഭവിക്കണം. അപ്പം നിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് ആ പാപത്തിൻ്റെ ഫലമാണ്. നീ ഒരു പാപം ചെയ്തു, അതിൻ്റെ ഫലമാണ് നിൻ്റെ ദുഃഖം എന്ന് പറയുന്നത്. ഇപ്പം പാപകർമ്മത്തിൽ ആപത്തെഴുന്ന തൊഴിലിൽ ഏർപ്പെടുന്ന മുമ്പ് നീ എന്ത് ചെയ്യണമായിരുന്നു? നീ നല്ലവണ്ണം ആലോചിക്കണമായിരുന്നു, അല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണോ പാപമാണോ നമ്മൾ ഒരുപാട് തവണ ആലോചിക്കേണ്ടതുണ്ട്. അത് നീ ആലോചിച്ചില്ല. ഇല്ലെങ്കിൽ അസഹ്യമായ പക്ഷാതാപം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ എന്താവും? അസഹ്യമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത പക്ഷാതാപം അനുഭവിക്കേണ്ടി വരും. നമ്മളൊരു കാര്യം ചെയ്തു, അതിനെക്കുറിച്ചുള്ള എന്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടാണ്. എന്തുകൊണ്ട് സംഭവിച്ചോട്ടെ നമ്മൾ കാര്യം ചെയ്തു. പക്ഷേ അത് പിന്നീട് അസഹ്യമായിട്ടുള്ള പക്ഷാതാപവും കുറ്റബോധവും നമ്മൾ രൂപപ്പെടുത്തി വെക്കുന്നു. പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പാപത്തിൻ്റെ ശമ്പള മരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ബൈബിള് ക്രൈസ്തവ ദർശനം ഇവിടെ സൂചിതമാവുന്നുണ്ട്. ക്രൈസ്തവ ദർശനം ഇവിടെ സ്മരിക്കാം നമുക്ക്. ഇപ്പം മരണമോ മരണത്തെക്കാൾ തീവ്രമായ പക്ഷാതാപമോ പാപത്തിലൂടെ ലഭിക്കുന്നെന്ന് കൂടി കവി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കവി ഈ വരികളൊന്നും ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ പാപത്തിൻ്റെ കൂലി ശമ്പളം മരണമാണെന്ന് പറയാനുള്ള കാരണം? അത് ഈ വരികളിൽ എന്താണ് സൂചിതമാകുന്നത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റണം. എന്താണ്? ഇവർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് പറയണം, ഇവർ തമ്മിലുള്ള പിന്നെ വലിയ സ്നേഹത്തെക്കുറിച്ച് പറയണം, പൂവ് മറ്റ് പല ചിത്രശലഭങ്ങളെ ത്യജിച്ചതിനെ കുറിച്ച് പറയണം, ഒടുവിൽ വണ്ട് പൂവിനെ ചതിച്ചു എന്ന കാര്യം പറയുക. ഈ പറഞ്ഞ ബൈബിൾ നിയമത്തിൽ പറയുന്നത് പോലെ പാപത്തിൻ്റെ കൂലി മരണമാണ് അല്ലെങ്കിൽ ദുഃഖമാണ് എന്ന് കൂടി സൂചിപ്പിക്കണം. പിന്നെ അടുത്ത വരി നോക്കാം. പോകട്ടതൊക്കെ അഥവാ യുവലോക മേലും ഏകാന്തമാ ചരിതമാരറിയുന്നു പാരിൽ ഏകുന്നു വാക്പടുവിനാർത്തി വൃഥാപവാദം മൂകങ്ങൾ പിന്നിവ പഴിക്കുകിൽ ദോഷമല്ലേ? എന്താണ്? അല്ലെങ്കിൽ അതൊക്കെ നിൽക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. യുവജനത അവലംബിക്കുന്ന ഏകാന്ത മാർഗങ്ങളെക്കുറിച്ച് ആർക്കാണ് അറിയാൻ കഴിയുക? അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുതിയ തലമുറ യുവജനത അവലംബിക്കുന്ന രഹസ്യമായ കഥകൾ, ഏകാന്ത മാർഗത്തിൽ രഹസ്യമായ കഥകൾ ആർക്കാണ് അറിയാൻ കഴിയുക? അതുകൊണ്ട് ഇപ്രകാരം ചിന്തിച്ച് വണ്ടിയിൽ ദോഷം ആരോപിക്കുന്നത് ശരിയല്ല. കവി തന്നെയാണ് പറയുന്നത്. എന്താണ്? വണ്ടിയിൽ ദുഃഖം ആരോപിച്ചു, എന്നിട്ട് പറയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുതിയ തലമുറ യുവജനത അവലംബിക്കുന്ന ഏകാന്ത മാർഗങ്ങൾ അഥവാ രഹസ്യ കഥകൾ ആർക്കാണ് അറിയാൻ കഴിയുക? അവർക്ക് മാത്രമാണ് അറിയാൻ കഴിയുക. അതുകൊണ്ട് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് വണ്ടിൽ ദോഷം ആരോപിക്കുന്നത് ശരിയല്ല. എത്ര വാഗ്മിയായാലും അവനെക്കുറിച്ച് അവന് അപവാദങ്ങളെക്കുറിച്ച് ദുഃഖം ഉണ്ടാകാം, അല്ലേ? നന്നായി സംസാരിക്കുന്ന ആളാണെങ്കിലും വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ, ഒരുപാട് കഴിവുള്ള ആൾ എങ്കിലും അവനെക്കുറിച്ച് അപവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവനത് ദുഃഖം ഉണ്ടാക്കാം. ആ അപവാദങ്ങളെ അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യും? വാഗ്വിലാസത്തിലൂടെ കഴിയും. നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ വളരെയധികം നമ്മൾ കുറ്റം പറയുന്നു. പക്ഷെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തിക്ക് ആ അപവാദങ്ങളെ അവസാനിപ്പിക്കാനും ഇതേ വാഗ്വിലാസം, അതായത് ഈ വാചാലതയിലൂടെ സാധിക്കും. പക്ഷെ അവിടെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ മിണ്ടാപ്രാണിയായ വണ്ടിനെ കുറിച്ച് അപവാദം പറയുന്ന പാവമല്ലേ? ഏറെ വേദനാജനകമായതാണ് അപവാദ പ്രചരണം എന്ന് കവി സൂചിപ്പിക്കുന്നു, അല്ലേ? നമ്മൾ ഒരാളെ കുറിച്ച് അവർ അപവാദം സൂചിപ്പിക്കുന്നു, അപവാദം പറഞ്ഞു നടക്കുന്നു. ആ വ്യക്തിക്ക് അതിനുള്ള പ്രതികരിക്കാനുള്ള കഴിവില്ല. ആ പ്രതികരിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ അപവാദം പറഞ്ഞു നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്? തെറ്റാണ്, പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അതേ സമയത്ത് പ്രതികരിക്കാൻ കഴിയുന്ന ഒരാളെടുത്ത് പോയിട്ട് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിനെ എതിർക്കാനും അതിനെതിരെ പ്രതികരിക്കാനും അപവാദങ്ങൾ അവസാനിപ്പിക്കാനൊക്കെ കഴിയും. ചിലപ്പോൾ കായിക ബലം ഉപയോഗിച്ചായിരിക്കാം, അല്ലെങ്കിൽ മാനസിക ബലം ഉപയോഗിച്ച് പറ്റുമായിരിക്കും.
ഇവിടെ വണ്ടിന് ഈ പറയുന്ന കവി പറയുന്ന അപവാദങ്ങളോട് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം വണ്ടിന് മനുഷ്യനെ പോലെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ താൻ ചെയ്യുന്നത് തെറ്റാണെന്നും ഏറെ വേദനാജനകമായാണ് അപവാദ പ്രചരണം എന്നുകൂടി കവി സൂചിപ്പിക്കുന്നു. അടുത്ത വരി നല്ല പ്രധാനപ്പെട്ട വരിയാണ്. പോകുന്നിതാ വിരവിൽ വണ്ടിവിടം വെടിഞ്ഞു സാഹൂത മാമ്പടി പറന്നു നഭസ്ഥലത്തിൽ ശോകാന്തനായി കുസുമചേതന പോയ മാർഗം ഏകാന്ത ഗന്ധമിതു പിന്തുടരുന്നതല്ലി. അപ്പോൾ പൂവിനെ ഉപേക്ഷിച്ച് തിടുക്കപ്പെട്ട വണ്ട് ഇവിടെ നിന്നും ഇതാ ആകാശമാർഗത്തിലേക്ക് പോകുന്നു. അങ്ങനെ വണ്ട് അതാ കവി നോക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് കവി നോക്കുമ്പോൾ പൂവിനെ ഉപേക്ഷിച്ച് കൊണ്ട് തിടുക്കപ്പെട്ട് വണ്ട് ഇവിടെ നിന്നും ഇത് ആകാശമാർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ വണ്ടി വേഗം തിടുക്കപ്പെട്ട് ആകാശമാർഗത്തിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാണ്? അങ്ങേയറ്റം ദുഃഖിതനായിട്ടുള്ള വണ്ട് പിന്നെ പൂവ് പോയ മാർഗത്തിലേക്ക് ഏകാന്തമായി പിന്തുടരുകയാണ്. വളരെയധികം ദുഃഖിതനാണ് വണ്ട്. ആ വണ്ട് പൂവ് എവിടേക്കാണ് അല്ലെ, നമ്മൾ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മുകളിലേക്ക് പോകുന്നല്ലേ പറയുന്നത്. അപ്പോൾ വണ്ട് കുറേ സമയം പൂവിന് ചുറ്റിപ്പറ്റി തോന്നിട്ട് പിന്നെ വട്ടത്തെ കറങ്ങി മുകളിലോട്ട് പോയി, ഏകാന്തമായിട്ടുള്ള മുകളിലോട്ട് പോയി ആകാശമാർഗത്തിലേക്ക്. അപ്പോൾ കവി ഇത് കാണുന്നു. കവി പറയുന്നത് എന്താണ്? അങ്ങേയറ്റം ദുഃഖിതനായിട്ടുള്ള വണ്ട് പൂവ് പോയ മാർഗത്തിലേക്ക് ഏകനായി പിന്തുടരുകയാണ്. അപ്പോഴും ആ സ്നേഹമാണ് കാണിക്കുന്നത് അല്ലേ. അവളില്ലാതെ ഞാനിവിടെ വേണ്ട എന്ന രീതിക്ക് വണ്ട് പോവുകയാണ് പൂവിന് പറയുന്നത്. അപ്പോൾ ആന്തരിക സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പരസ്പര അനുരാഗത്തിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു സ്വഭാവത്തെയാണ് വണ്ടിലൂടെ കവി ചിത്രീകരിക്കുന്നത്. ആ വണ്ടിന് വേണമെങ്കിൽ എന്തായിരുന്നു, അവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പൂവിനെ തേടി പോവായിരുന്നു. പക്ഷെ വണ്ട് എവിടേക്കാണ് പോകുന്നത്? മരണത്തിലേക്കാണ് പോകുന്നത്. കാരണം എന്താണ്? താൻ സ്നേഹിച്ച പൂവ് ഇവിടെ ഇല്ല. ആ പൂവ് പോയ വഴികളിലൂടെ ആ വണ്ടും പോവുകയാണ്. അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഹ എന്നൊരു ശബ്ദം വരുന്നുണ്ട്. എന്താണ് ഹ? പാപമോമൽ വലരെ ബധ നിന്റെ മേലും ക്ഷേപിച്ചിതേ ചിതോ കരുണയറ്റ കരം കൃതാന്തൻ വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നും കാബോധമെന്നും. ഈ വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ വരി ചോദിക്കാം. ഇത് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടാ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹ പാപമോമൽ വലരെ ബധ നിന്റെ മേലും ക്ഷേപിച്ചിതേ ചിതോ കരുണയറ്റ കരം കൃതാന്തൻ വ്യാപാരമേ ഹനനമാം വരവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നും കാബോധമെന്നും. ഇതെന്തുകൊണ്ടാണ് ഈ വരിയിൽ എന്താണ് സൂചിതമാകുന്നത്? ഈ വരിയിലെന്ന് കവി ചോദിച്ചേക്കാം. പൂവിനോട് പറയാണ് കവി, അല്ലയോ പൂവേ, അല്ലയോ ഓമനയായിട്ടുള്ള പൂവേ, വളരെ സുന്ദരമായിട്ടുള്ള പൂവേ, വിധിയുടെ കരം നിന്റെ മേലും അയച്ചിരിക്കുകയാണല്ലോ. വിധി എന്ന് പറഞ്ഞാൽ ഇവിടെ മരണസൂചകമായിട്ടുള്ള യമൻ എന്ന അർത്ഥത്തിലാണ് അല്ലേ. വിധിയുടെ കരുണയറ്റ കരം, വിധിയുടെ കരുണയറ്റ കരം എന്താണ്? ആ വിധിയുടെ കരുണയറ്റ കരം നിന്റെ മേലെ ആരാണ് അയച്ചിരിക്കുന്നത്? യമൻ എന്ന അർത്ഥത്തിൽ അല്ലേ. മരണത്തിൻ്റെ ആളാരാണ്? യമനാണ്. യമൻ. ഹനനെ കൊല്ലുക. ഒരു വനവേടൻ്റെ തൊഴിലെന്ന് പറയുന്നത് കൊല്ലുക എന്നതാണ്. അപ്പോൾ ആ വനവേടനെ കൊല്ലുക, ആ മാംസം എടുക്കുക, അതിനെ വിൽക്കുക അല്ലെങ്കിൽ കഴിക്കുക, അതിന് കച്ചവടമാണ് അല്ലേ. കൊന്നിട്ട് ആ മാംസത്തെ കച്ചവടം ചെയ്യുന്നതാണ് വനവേടൻ്റെ തൊഴിലെന്ന് പറയുന്നത്. ആ വനവേടന് കഴുകനെന്നോ മാടപ്രാവോ എന്നൊരു ഭേദമില്ല. കഴുകനെ കിട്ടിക്കഴിഞ്ഞാലും കൊല്ലു, മാടപ്രാവിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലു. കാരണം എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം ജാത്യാലുള്ള ഒരു ഗുണത്തെക്കുറിച്ചാണ് അല്ലേ നമ്മൾ സാധാരണ പറയുക. ജാത്യാലുള്ളത് തൂത്താ പോവില്ല എന്ന് പറയാറുണ്ട്. ജാത്യാലുള്ള ഒരു ഗുണത്തെക്കുറിച്ചാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതാണ്. ഒരു വനവേടൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അയാൾ കുടുംബപരമായിട്ട് പിന്തുടരുന്ന ഒരു തൊഴിലാണ് ഈ പറയുന്ന പോലെ എന്താണ് വേട്ടയാടുക, അതിനെ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുക. അപ്പോൾ കച്ചവടം തൊഴിലാക്കിയിട്ട് വനവേടന് ലാഭം മാത്രമാണ് ലക്ഷ്യം. അതിനകത്ത് സമാധാനത്തിൻ്റെ വെളുത്ത പ്രാവായി കഴിഞ്ഞാലും മരണത്തിൻ്റെ സൂചകമായ കഴുകനായി കഴിഞ്ഞാലും അവന് ഭേദമൊന്നുമില്ല അല്ലേ. നമ്മൾ സാധാരണ പ്രാവിനെ മരണത്തിൻ്റെ ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെയാണ് സൂചകമായിട്ടാണ് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ കഴുകനെ മരണത്തിൻ്റെ അല്ലേ, മരണസൂചകമായിട്ടാണ് കഴുകനെ നമ്മൾ പറയുന്നത്. അപ്പം ഇത് രണ്ടായി കഴിഞ്ഞാലും ആർക്ക് വ്യത്യാസമില്ല? വനവേടനിൽ വ്യത്യാസമില്ല. അപ്പോൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള വേർതിരിവ് വനവേടനില്ല അല്ലേ. നന്മയെന്നോ തിന്മയെന്നോ ഉള്ള വേർതിരിവ് വനവേടനില്ല. അപ്പോൾ നായാട്ട് തൊഴിലാക്കിയ അവൻ്റെ മുന്നിൽ അകപ്പെട്ടത് ഏത് ജീവിയായാലും അവൻ്റെ ഭക്ഷണം തന്നെയാണല്ലോ. അതുപോലെ വിധിയുടെ കരുണയറ്റ കരം
മുഗ്ധയായ പൂവിൻ്റെ പേര് ദാക്ഷിണ്യമില്ലാതെ പെരുമാറിയിരിക്കുന്നു അല്ലേ. അപ്പോൾ നായാട്ട് തൊഴിലാക്കിയിരിക്കുന്ന ഒരു ആനവേടൻ കാട്ടിലൂടെ നടക്കുന്നു പോകുന്ന സമയത്ത് അവൻ്റെ മുമ്പിൽ പെടുന്ന ഏത് ജീവിയായാലും അത് അവൻ്റെ ഭക്ഷണമാണല്ലോ, അതാണല്ലോ നീതി അല്ലേ. അവനെ സംബന്ധിച്ചിടത്തോളം അതാണ് നീതി. അപ്പം അതുപോലെ ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വിധിയുടെ കരുണയറ്റ കരം മുഗ്ധയായ പൂവിൻ്റെ മേലും പതിച്ചിരിക്കുന്നു. എന്താണ്? ഒരു ദാക്ഷിണ്യമില്ലാതെ പതിച്ചിരിക്കുന്നു. അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട വരിയാണ്, ശ്രദ്ധിക്കുക. ഇനി അടുത്ത 22ാമത്തെ ശ്ലോകം നോക്കാം. തെറ്റെന്നു ദേഹ സുഷമാ പ്രസരം മറഞ്ഞു ചെറ്റല്ലിരുണ്ടു മുഖ കാന്തിയതു കുറഞ്ഞു മറ്റെന്തുരപ്പൂ ജവമീ നവദീപ മെണ്ണ വറ്റിപ്പുകഞ്ഞഹഹ വാടിയണഞ്ഞു പോയി. അപ്പോൾ അല്ലേ, ഒരു പൂവ് ശ്രദ്ധിച്ചാൽ മതി. ഒരു പൂവ് വീണിട്ട് പൂവ് ഞെട്ടിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ചെടിയിൽ നിൽക്കുന്ന സമയത്ത് നല്ല തിളക്കവും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷെ പൂവ് താഴെ വീണു. അപ്പോൾ താഴെ വീഴുമ്പോൾ എന്താവും? കുറച്ച് സമയം കഴിയുമ്പോൾ പൂവ് വാടാൻ തുടങ്ങും അല്ലേ. ഈ വാടാൻ തുടങ്ങും. അപ്പോൾ ഇതിനെ കവി എങ്ങനെയാണ് പറയുന്നത് നോക്കിക്കോ. പൂവിൻ്റെ ശരീരകാന്തി മറഞ്ഞു അല്ലേ. വീണ് കിടന്ന പൂവ് സമയം തെറ്റുമ്പോൾ അല്ലേ, നമ്മൾ മരണപ്പെട്ട ഒരാൾ കുറച്ച് സമയം കഴിയുമ്പോൾ ആ മുഖത്തുള്ള പ്രസരിപ്പൊക്കെ പോകും, വെള്ളമൊക്കെ പറ്റിയിട്ട് മുഖത്തുള്ള പ്രസരിപ്പൊക്കെ പോകും, ശരീരം കറക്കാൻ തുടങ്ങും മരണപ്പെട്ട ഒരാൾ അല്ലേ. അതുപോലെ ഇവിടെ ശരീരത്തിൻ്റെ കാന്തി മറഞ്ഞു, ഇരുണ്ട് മുഖകാന്തിയും കുറഞ്ഞു. ശരീരത്തിൻ്റെ കാന്തിയും മറഞ്ഞു, ഈ മുഖകാന്തിയും കുറഞ്ഞു. ഈ നവദീപം, പുതിയ ദീപം എന്തായി? സകലർക്കും പ്രകാശം ചൊരിഞ്ഞു. നവദീപം പുതിയ ദീപമായിരുന്നു. എത്രയോ മനുഷ്യന്മാർക്ക് പ്രകാശം ചൊരിഞ്ഞിരുന്നു അല്ലേ. പൂവെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അതൊരു സന്തോഷത്തിൻ്റെയും അതൊരു ആഹ്ലാദത്തിൻ്റെയും അതൊരു പ്രതീക്ഷയുടെയും ഒക്കെ പ്രതീകമാണ് പൂവെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ രാവിലെ നടന്നു പോകുന്നത് ഒരു പൂവ് കാണുന്നു, അത് നമ്മൾ വളരെ ദുഃഖാർത്ഥമായാണ് നടന്നു പോകുന്നതെങ്കിൽ ആ പൂവ് കാണുന്ന സമയത്ത് നമ്മളിൽ അതൊരു എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു സന്തോഷം രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ നവദീപം, പിന്നെ വീണ് കിടക്കുന്ന ഈ പൂവ് ജീവിച്ചിരുന്ന സമയത്ത് സകലർക്കും പ്രകാശം ചൊരിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ എണ്ണ വറ്റിപ്പുകഞ്ഞ് അത് കെട്ടുപോയിരിക്കുന്നു. എന്താണ്? ഒരു വിളക്ക്, പുതിയൊരു വിളക്ക് നമ്മൾ കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണ തീർന്ന് വറ്റിയിട്ട് പുകഞ്ഞ് അത് കെട്ടുപോയതുപോലെ, ആ വിളക്ക് കെട്ടുപോയതുപോലെ ഇവിടെ ദീപത്തിൻ്റെ കാന്തി മറയുന്നത് പോലെ പൂവ് മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ദീപത്തിൻ്റെ കാന്തി മറയുന്നു എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? പൂവിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഹഹ എന്ന വ്യാക്ഷേപക ശബ്ദം അലംഘനീയമായ വിധിയെക്കുറിച്ചുള്ള വിലാപമാണ്. ഇവിടെ അഹഹ എന്ന് പറയുന്ന വ്യാക്ഷേപക ശബ്ദം, വ്യാക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മൾ പാൽ വന്നു അല്ലെങ്കിൽ മീൻ വന്നു എന്ന് പറയുമ്പോൾ, പാൽ വന്നു പറയുമ്പോൾ പാല് പശുവിൻ്റെ അകടിൽ നിന്ന് നേരിട്ട് വന്നു എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പാലും കൊണ്ടുവരുന്ന വണ്ടിക്കാരൻ വന്നു. അല്ലെങ്കിൽ മീൻ വന്നു പറയുമ്പോൾ മീൻ കടലിൽ നിന്നോ പുഴയിൽ നിന്നോ നേരിട്ട് വരികയല്ല, മീനും കൊണ്ടുവരുന്ന മീൻകാരൻ വന്നു എന്ന അർത്ഥത്തിലാണ്. ഒരു അംശത്തിൽ നിന്ന് ഒരു സാകല്യത്തിലേക്ക് മാറുന്നതിനാണ് നമ്മൾ വ്യാക്ഷേപക ശബ്ദം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറേ ശബ്ദങ്ങളുണ്ട്. അതായത് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഹാ ഇങ്ങനെ നമ്മൾ പറയൂലേ. അപ്പോൾ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന ഉത്തരമാണ് എന്ന മൂളലിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാക്ഷേപകം എന്ന് പറയുന്നത്. ഇവിടെ അഹഹ എന്ന വ്യാക്ഷേപക ശബ്ദം ലംഘിക്കാൻ കഴിയാത്ത വിധിയെക്കുറിച്ചുള്ള വിലാപമാണ് അല്ലേ. വിധിയെ നമുക്ക് ലംഘിക്കാൻ പറ്റുമോ? ഇല്ല. ആ ലംഘിക്കാൻ പറ്റാത്ത വിധിയെക്കുറിച്ചാണ് ഇവിടെ വിലപിക്കുന്നത്. 23ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 23ാമത്തെ ശ്ലോകം? 23ാമത്തെ ശ്ലോകം ഞെട്ടറ്റു നീ മുകളിൽ നിന്നു നിശാന്ത വായു തട്ടിപ്പതി പളവുണർന്നവർ താരമെന്നോ തിട്ടം നിനച്ചു മലരേ ഭത ദിവ്യഭോഗം വിട്ടാശു ഭൂവിലടിയുന്നൊരു ജീവനെന്നോ. എന്താണ്? അപ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ കാറ്റടിച്ച് നീ നിലം പതിച്ചു. പൂവിനോട് പറയാണ്, രാത്രിയുടെ അന്ത്യയാമത്തിൽ
കാറ്റടിച്ച് നീ നിലത്തേക്ക് വീണു. പ്രഭാതത്തിൽ ഉണർന്നു വന്നവർ നിന്നെ താഴേക്ക് പതിച്ച നക്ഷത്രമെന്നോ ദിവ്യമായ സുഖങ്ങൾ ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്ന ഒരു ജീവനായോ കരുതിയിരിക്കാം. തലേദിവസം വൈകുന്നേരം വരെ ആ പൂവിനെ അവിടെ എല്ലാവരും കണ്ടിരുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ പൂവ് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് പൂവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിന്നെ കാണുന്നവർ, പ്രഭാതത്തിൽ ഉണർന്നു വന്നവർ താഴേക്ക് വീണിട്ട് കിടക്കുന്ന നിന്നെ കണ്ടിട്ട് താഴേക്ക് പതിച്ച നക്ഷത്രമെന്നോ ദിവ്യമായിട്ടുള്ള ആകാശത്തുള്ള ദിവ്യമായിട്ടുള്ള എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്ന ഒരു ജീവനായോ കരുതിയിരിക്കാം. അപ്പോൾ കവിത എങ്ങനെയായി? കവിത ഭൂമിയിൽ നിന്ന് നക്ഷത്ര ലോകങ്ങളിലേക്കും സൂക്ഷ്മമായ ജീവനിലേക്കും വളരുന്നു. അപ്പോൾ ഇവിടെ കവിത ഭൗതികമായ ഒരു പരിസ്ഥിതിയിൽ നിന്ന് ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് അനുക്രമം വികസിപ്പിക്കുകയാണ്. അതുവരെ ഭൂമിയിലുള്ള പൂവിനെ കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ കവി പിന്നീട് എന്ത് ചെയ്യുന്നു? അനുക്രമം വികസിപ്പിക്കുന്ന ഒന്നിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ നക്ഷത്ര ലോകത്തിലേക്കും സൂക്ഷ്മമായ ജീവനിലേക്കും കാവ്യാന്തരീക്ഷത്തെ വളർന്നു കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വരി നോക്കുകയാണെങ്കിൽ, അത്യന്ത കോമളതയാർന്നൊരു നിന്റെ മേനി എത്തുന്ന കണ്ടവനി തന്നെ അധീരയായി സദ്യാസ്ഫുടം പുളകിതാംഗ മിയന്നു പൂണ്ടോരുദ്വേഗ മോതുമുപ കണ്ട തൃണാങ്കുരങ്ങൾ. എന്താണ് ഇവിടെ പറയുന്നത്? അവനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവനി തന്നെ ഭൂമിയാണ്. അപ്പം അതീവ സുന്ദരമായ നിന്റെ മൃദുമേനി ഞെട്ടറ്റ് മണ്ണിൽ പതിച്ചിരിക്കുന്നത് കണ്ട് ഭൂമി അധീരയായി. അധീര പറഞ്ഞാൽ ധൈര്യമില്ലാത്തവളെ. സുന്ദരമായിട്ടുള്ള നിന്റെ മൃദുവായിട്ടുള്ള മേനി ഞെട്ട് അറ്റ് വീണ് മണ്ണിൽ പതിച്ചിരിക്കുന്നത് കണ്ട് ഭൂമി പോലും ധീരയില്ലാത്തവളായിട്ട് മാറി. അപ്പോൾ സത്യമായിട്ടും സ്ഫുടമായിട്ടും ഭൂമി പുളകാങ്കിത എന്ന് പറഞ്ഞാൽ രോമാഞ്ചം. പുളകിതം എന്ന് പറഞ്ഞാൽ രോമാഞ്ചമാണ്. പുളകാങ്കിതയായിട്ട് അനുഭവിച്ച പരിഭ്രമം സമീപത്തുള്ള പുൽക്കുരുന്നുകൾ വിളിച്ചോതുന്നു. കാരണം നിന്റെ സ്പർശം, നിന്റെ മൃദുവായ സ്പർശം ഭൂമിയിൽ പതിഞ്ഞ സമയത്ത് ഭൂമി പോലും എന്ത് പറ്റി? രോമാഞ്ചം കൊണ്ട് പിന്നെ പരിഭ്രമിച്ചു. രോമാഞ്ചം കൊണ്ട് പരിഭ്രമിച്ചു. ആ പരിഭ്രമം അടുത്തുള്ള പുൽക്കുരുന്നുകൾ വിളിച്ചോതുന്നുണ്ട്. ആ പരിഭ്രമം അവരിലേക്കും തട്ടിയിട്ട് പോയിട്ടുണ്ട്. അതിവിടെ വിളിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അന്യൂന്യമാ മഹിമ തിങ്ങിയൊരാത്മതത്വമെന്നേ നിലത്തു മൗക്തിക ശുക്തി പോൽ നീ സന്നാപം ഇങ്ങനെ കിടക്കുകിലും ചുഴന്നു മിന്നുന്നു നിൻ പരിധി ഇപ്പോഴും എന്ന് തോന്നും എന്നാണ് ഇവിടെ. അന്യൂന്യം, ന്യൂനമില്ലാതെ, കുറവില്ലാത്ത, മുഴുവനായ എന്നർത്ഥത്തിൽ. അപ്പോൾ ഒട്ടും കുറവില്ലാത്ത മേന്മയോടെ ജീവചൈതന്യമറ്റ് മുത്തൊഴിഞ്ഞു പോയ ചിപ്പി പോലെ, അല്ലേ? ചിപ്പി എന്ന് പറയുന്നത് മുത്തുണ്ടെങ്കിൽ മാത്രമേ ആ ചിപ്പിക്ക് വിലയുള്ളൂ, അല്ലേ? ചിപ്പി എന്ന് പറഞ്ഞാൽ മുത്ത് ഉള്ളിലുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ഒട്ടും കുറവില്ലാതെ മേന്മയോടെ ജീവചൈതന്യമറ്റ് മുത്തൊഴിഞ്ഞു പോലെ ചിപ്പി പോലെ ശോഭയേറ്റ് നീ കിടക്കുകയാണെങ്കിലും, അല്ലെ? മുത്തൊഴിഞ്ഞു പോയെങ്കിൽ ചിപ്പിക്ക് ചെറിയ ഭംഗിയുണ്ട്, അല്ലെ? ചിപ്പി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മുത്തൊഴിഞ്ഞു പോയ ചിപ്പി പോലെ ശോഭയേറ്റ് നീ കിടക്കുകയാണെങ്കിലും തേജോവലയം പ്രഭാപൂരം നിന്നെ ഇപ്പോഴും ചൂർന്നു നിൽക്കുകയാണെന്ന് തോന്നുന്നു. തേജോവലയം നിന്നെ ഇപ്പോഴും ചൂർന്നു നിൽക്കുകയാണെന്ന് തോന്നുന്നു. മരണപ്പെട്ടു പോയി നീ, മുത്തുചിപ്പി പോലെ ആയി. എങ്കിലും നിന്നെ കാണുമ്പോൾ എപ്പോഴും ഒരു ചേതോ വലയം, ഒരു പ്രഭാപൂരം നിന്നെ ഇപ്പോഴും ചൂർന്നു നിൽക്കുകയാണെന്ന് തോന്നും. നിന്റെ ചുറ്റിപ്പോഴും ഒരു വെളിച്ചമുള്ളതായിട്ട് കവിക്ക് തോന്നുന്നു. അപ്പം മേന്മയേറിയ മഹത്തുക്കളുടെ വേർപാട് കാലത്തിനോ വിധിക്കോ മായ്ക്കാൻ കഴിയാത്തതാണെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു, അല്ലേ? ഇപ്പം നമ്മുടെ ഗാന്ധിജി മരിച്ചു, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ മരിച്ചു, പക്ഷെ അവരുടെ ഇപ്പോഴും പ്രസക്തമാണ്. വിവേകാനന്ദൻ മരിച്ചു, അവരിപ്പോഴും പ്രസക്തമാണ്. അപ്പോൾ മേന്മയേറിയ മഹത്തുക്കളുടെ വേർപാട് കാലത്തിനോ വിധിക്കോ മായ്ക്കാൻ കഴിയാത്തതാണെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു, അല്ലേ? നമ്മുടെ മനുഷ്യർക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉദാഹരണങ്ങൾ. അവരുടെ വേർപാടെന്ന് പറയുന്നത് ഒരു കാലത്തിനോ വിധിക്കോ മായ്ക്കാൻ കഴിയാത്തതാണെന്ന് കൂടി കവി ഓർമ്മിപ്പിക്കുന്നു. ആഹാ,
രചിച്ചു ചെറു ലൂതകളാശു നിന്റെ ദേഹത്തിനേകി ചരമാവരണം ദൂലം സ്നേഹാർദ്ദയായുടെ നുഷസ്സുമണിഞ്ഞു നിന്മേൽ നീഹാര ശിഖര മനോഹര മന്ത്യഹാരം. രസമാണിത്. അതായത് പൂവ് നിലത്ത് വീണ് കിടക്കുന്ന പൂവിൽ എന്ത് ചെയ്യും, നമ്മുടെ എട്ടുകാലികൾ വല നെയ്തു. ആ വല നെയ്തിനെ ഇവിടെ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വെളുത്ത വസ്ത്രം കൊണ്ട് പുതയ്ക്കും, അല്ലെങ്കിൽ പട്ട് കൊണ്ട് പുതയ്ക്കും. ഇവിടെ പ്രഭാതത്തിൽ വീണ് കിടക്കുന്ന പൂവിൻ്റെ മുകളിൽ ചെലന്തി വല വന്നു. അല്ല, ചെലന്തി വല ഇവിടെയാണ് ചെലന്തി കൂട് കൂട്ടുക. അപ്പോൾ പൂവിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ആര് വരും? ചെറിയ ചെറിയ പ്രാണികൾ വരും. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചെലന്തി അതിൻ്റെ മുകളിൽ കൂട് കൂട്ടി. അപ്പോൾ അതിനെ പറയാണ് കവി എന്തിനാണ് പറയുന്നത്? ചെറിയ എട്ടുകാലികൾ വെള്ളപ്പട്ട് കൊണ്ട് നിൻ്റെ ശരീരത്തിൽ ചരമാഭരണം ഒരുക്കി. ചെറിയ എട്ടുകാലികൾ വെള്ളപ്പട്ട് കൊണ്ട് നിൻ്റെ ശരീരത്തിൽ ചരമാഭരണ പട്ട് നൽകി. പ്രഭാതം എന്ന് പറയുന്നത് സ്നേഹത്താൽ ആർദ്രമായിട്ട് നിനക്കായിട്ട് മഞ്ഞുതുള്ളികൾ കൊണ്ട് മനോഹരമായ അന്ത്യകാരം ചാർത്തി, അല്ലേ? അപ്പോൾ പട്ട് ചരമാഭരണ പട്ട് നൽകിയാരാണ്? ചെറിയ എട്ടുകാലികൾ വെളുത്ത നിറമുള്ള പട്ട് കൊണ്ട് നിൻ്റെ ശരീരത്തിൽ ചരമാഭരണ പട്ട് നൽകി. അതേ സമയത്ത് പുലർച്ചെ മഞ്ഞ് പെയ്ത സമയത്ത് ആ പ്രഭാതം സ്നേഹം കൊണ്ട് ആർദ്രമായിട്ട് നിനക്കായിട്ട് മഞ്ഞുതുള്ളികൾ കൊണ്ട് മനോഹരമായ അന്ത്യഹാരം, അല്ലേ? മരണപ്പെട്ട് കിടക്കുന്നവർക്ക് നമ്മൾ അന്ത്യഹാരം ചാർത്തും. ഇവിടെ ഈ മഞ്ഞുതുള്ളികൾ കൊണ്ടാണ് അന്ത്യഹാരം ചാർത്തുന്നത്. അതായത് ഈ മഞ്ഞുതുള്ളികൾ ഇതിലേക്ക് വീണു, അതായത് ഈ പട്ടിലേക്ക് വീണു. ചിലന്തി വലയിൽ പോകുമ്പോൾ അത് ഇങ്ങനെ ഒരു ചെറിയ തുള്ളികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് അന്ത്യഹാരമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സമയത്തിനനുസരിച്ചുണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങൾ പോലും പ്രകൃതി പൂവിന് നൽകുന്ന ആദര സൂചകമായിട്ടാണ് കവി പറയുന്നത്, അല്ലേ? പൂവ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും വീണാലും വീണില്ലെങ്കിലും അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ല? ഒരു കാലത്തിനനുസരിച്ച് ഓരോ സമയത്തിനനുസരിച്ച് കൊണ്ടുവന്ന് സ്വാഭാവിക മാറ്റങ്ങളെ പോലും എന്താണ് പറയുന്നത്? കവി പറയുകയാണ് അതൊക്കെ പൂവിന് പ്രകൃതി നൽകുന്ന ആദര സൂചകമായിട്ടാണ് കവി ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലേ, നമ്മൾ മരണപ്പെട്ട ആളിന് അല്ലെങ്കിൽ അവസാനിച്ച ആളിൻ്റെ വ്യക്തി വൈശിഷ്ട്യത്തെയാണ് പ്രസ്തുത ബിംബങ്ങൾ കവി ആവിഷ്കരിക്കുന്നത്, അല്ലേ? നല്ലൊരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതല്ലെങ്കിലോ, സാധാരണ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർക്ക് ദ്രോഹം ചെയ്ത ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ നേരെ എന്ത് ചെയ്യും? അവരെ കത്തിക്കുകയോ ശവം അടക്കുകയോ ചെയ്യും. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിലോ, ഇത് നമ്മുടെ അവസാനം ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് കണ്ടിട്ട്, ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് ഉള്ള പരിപാടിയായിരുന്നു. മരണപ്പെട്ട വ്യക്തി എത്രത്തോളം വൈശിഷ്ട്യനാണ്, അവരുടെ വ്യക്തി ജീവിതം എത്രത്തോളം വൈശിഷ്ട്യമാണ് എന്നതാണ് ഇത്തരം ബിംബങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. താരങ്ങൾ നിൻ പതനമോർത്തു തപിച്ചഹോ കണ്ണീരായുധ ഹിമകണങ്ങൾ പൊഴിഞ്ഞിടുന്നു, നേരായി നീട തരുവിട്ടു നിലത്തു നിന്റെ ചാരത്തു വീണു ചടകങ്ങൾ പുലമ്പിടുന്നു, അല്ലേ? ലോകത്തെക്കുറിച്ചുള്ള തത്വം പഠിപ്പിച്ച അതേ നക്ഷത്രങ്ങൾ ഇന്ന് നിന്റെ വീഴ്ചയോർത്ത് ദുഃഖിച്ചു മഞ്ഞുതുള്ളിയാകുന്ന കണ്ണീര് ചൊരിഞ്ഞ് കരഞ്ഞിടുകയാണ്, അല്ലേ? ലോകത്തെ മുഴുവൻ തത്വം പഠിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഇന്ന് നിന്റെ വീഴ്ചയോർത്ത് ദുഃഖിച്ച് അവരുടെ കണ്ണീരാണ് മഞ്ഞുതുള്ളികൾ എന്ന് പറയുന്നത്. മഞ്ഞുതുള്ളിയാകുന്ന കണ്ണീര് ചൊരിഞ്ഞ് കരഞ്ഞിടുകയാണ്. അപ്പോൾ വൃക്ഷങ്ങളിൽ നിന്ന് പക്ഷിക്കൂടുകൾ ഉപേക്ഷിച്ച് കുരുവികൾ നിന്റെ സമീപത്തേക്ക് വന്ന് പുലമ്പിക്കരയുന്നു. അപ്പോൾ വലിയ വൃക്ഷങ്ങളിലുള്ള പക്ഷിക്കൂട്ടുകളിൽ നിന്ന് കുരുവികൾ അവരത് ഉപേക്ഷിച്ച് വന്ന് നിൻ്റെ അടുത്ത് വന്ന് പുലമ്പിക്കരയുന്നു. ചിലപ്പോൾ പക്ഷികൾ തേൻ കുടിക്കാനോ അല്ലെങ്കിൽ ഇതിനെ ഭക്ഷിക്കാനോ വന്നതായിരിക്കാം പൂക്കള. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? അവ പുലമ്പിക്കരയുന്നു എന്നാണ് പറയുന്നത് കവി. അപ്പോൾ നക്ഷത്രങ്ങളും കുരുവിയും ഉൾപ്പെടെ പ്രാപഞ്ചിക ഘടനകളെയെല്ലാം പൂവിൻ്റെ വിയോഗത്താൽ തങ്ങളുടെ ദുഃഖത്തെ അടയാളപ്പെടുത്തുകയാണ്, അല്ലേ? നക്ഷത്രങ്ങളായിക്കോട്ടെ, കുരുവി ആയിക്കോട്ടെ, അങ്ങനെ പ്രപഞ്ചത്തിലുള്ള സകലതും ഈ പൂവിൻ്റെ വിയോഗത്തിൽ തങ്ങളുടെ ദുഃഖത്തെ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ പൂവിനേക്കാൾ വലിയ സങ്കല്പങ്ങളിലേക്ക് പൂവ് വളർന്നിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. പൂവ് വളർന്നിരിക്കുന്നതാണോ അല്ല കവി വളർത്തിയതാണെന്ന് കാര്യമാണ് സംശയം, അല്ലേ? നോർമലി ഒരു പൂവ് മരിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നില്ല. പക്ഷെ കവി അതിനെന്ത് ചെയ്തു? അതിന് മനുഷ്യത്വം കൽപ്പിച്ച് ഒരു മനുഷ്യൻ മരണപ്പെട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാവർക്കും വെളിച്ചം കാണിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ
ആ മനുഷ്യന് എത്രത്തോളം പ്രസക്തി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ മരണാനന്തരം എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, അതൊക്കെ ഇവിടെയും പറയുകയാണ്. ആരോമലാം ഗുണഗണങ്ങൾ ഇണങ്ങി മോരാതുപദ്രവ ഒന്നിനും ചെയ്തിടാതെ പാരം പരമാർത്ഥമിഹ വാണൊരു നിൻ ചരിത്രമാരോർത്തു ഗൃത്തട മഴിഞ്ഞു കരഞ്ഞു പോകാം. ആരോമലായ ഗുണഗണങ്ങൾ ഇണങ്ങി ആർക്കും ഒരു ദോഷവും വിചാരിക്കാതെ മറ്റുള്ളവർക്ക് ഉപകാരം മാത്രം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ ജീവിച്ച നിന്റെ ചരിത്രമോർത്ത് ആരാണ് ഹൃദയം അലിഞ്ഞു കരഞ്ഞു പോകാത്തതെന്ന് കവി ചോദിക്കുകയാണ്. അത് എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള, ആർക്കും ഒരു ദോഷവും വിചാരിക്കാതെ മറ്റുള്ളവർക്ക് ഉപകാരം മാത്രം ചെയ്തുകൊണ്ട് സ്നേഹത്തോട് ജീവിച്ച നിന്റെ ചരിത്രമോർത്ത് ആരാണ് ഹൃദയം അലിഞ്ഞ് കരഞ്ഞു പോകാത്തതെന്നാണ് കവി ചോദിക്കുന്നത്. കാരണം എന്താണ്, അല്ലേ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന, എല്ലാവരുടെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ദുഃഖം ഉണ്ടാവൂലേ? അതുപോലെ തന്നെ നിന്റെ ചരിത്രം ഓർത്തുകൊണ്ട് ആരാണ് ഹൃദയം അലിഞ്ഞ് കരഞ്ഞു പോകാത്തതെന്ന് കവി ചോദിക്കുന്നു. അപ്പോൾ തൻ്റെ മനോഹരമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ആനന്ദം പകർന്നവളാണ് പൂവെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൂവിൻ്റെ വേർപാട് മറ്റുള്ളവരിൽ വേദന ഉളവാക്കുന്നുണ്ട്. പരവീട ചെയ്യാത്ത മനുഷ്യൻ എല്ലാ കാലത്തും മറ്റുള്ളവരിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുമെന്ന സൂചന വീണ്ടും വീണ്ടും കവി നടത്തുകയാണ്, അല്ലേ? നമ്മൾ ഒരു മനുഷ്യനും ദ്രോഹം ചെയ്തിട്ടില്ല, എല്ലാ മനുഷ്യർക്കും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരാളെപ്പോലും ദ്രോഹിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മളെ മരണപ്പെട്ടു പോയാലും എല്ലാവരും ഓർക്കും, എല്ലാ കാലത്തേക്കും ഓർക്കും, മറ്റുള്ളവരാൽ ഓർക്കപ്പെടുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളത്. കണ്ടീ വിഭക്തഹ കല്ലലിയുന്നിതാടൽ കൊണ്ടാശു ദിഗ്മുഖം ഇങ്ങനെ മങ്ങിടുന്നു തണ്ടാർ സകൻ ഗിരിതടത്തിൽ വിവർണനായി നിന്നീണ്ടൽ പെടുന്നു പവനൻ നെടുവീർപ്പിടുന്നു. പവനാണ് സൂര്യനാണ്. അപ്പോൾ ഈ വിപത്ത് കണ്ടിട്ട് ദുഃഖത്താൽ കല്ലുപോലും അലിഞ്ഞു പോകുന്നു, അല്ലേ? ഈ വിപത്ത് കണ്ടിട്ട് ദുഃഖം കൊണ്ട് കല്ലുപോലും അലിഞ്ഞു പോവുകയാണ്. ദിക്കുകളുടെ മുഖം ദുഃഖത്താൽ മങ്ങിപ്പോയിരിക്കുന്നു. മലയുടെ മുകളിൽ സൂര്യൻ വിളർച്ചയോടെ ആദി പൂണ്ടു നിന്നു. കാറ്റെന്ന് പറഞ്ഞ് നെടുവീർപ്പിടുന്നു എന്ന് കവി പറയുകയാണ്, അല്ലേ? ഈ വിപത്ത് കണ്ടിട്ട് ദുഃഖം കൊണ്ടല്ല, കല്ലലിഞ്ഞു പോയി, കല്ലലിയുന്നത്ര ദുഃഖം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ദിക്കല്ലേ, നമ്മുടെ 4 ദിക്കുകളുടെയും മുഖം ദുഃഖത്താലും മങ്ങിപ്പോയിരിക്കുന്നു. കാരണം സൂര്യൻ അസ്തമിക്കാറായി. മലയുടെ മുകളിൽ സൂര്യൻ വിളർച്ചയോടെ ആദി പൂണ്ടു നിന്നു. അപ്പോൾ സൂര്യ അസ്തമിക്കാറായ സമയമാണ്. അപ്പോൾ മലയുടെ മുകളിൽ സൂര്യൻ വിളർച്ചയോടെ ആദി പൂണ്ടു നിന്നു എന്നാണ് പറയുന്നത്. കാറ്റ് നെടുവീർപ്പിടുന്നു. അപ്പോൾ കാറ്റ് പതിയെ വീശുകയാണ്, അമിതമായി വീശലൊന്നുമില്ല. അപ്പോൾ സർവ്വഗുണങ്ങളുടെയും ഇരപ്പിടമായിരുന്ന പൂവിൻ്റെ അവസ്ഥയിൽ പ്രപഞ്ചം മുഴുവൻ ദുഃഖിക്കുന്നു. ദിക്കുകളും സൂര്യനും കാറ്റും കല്ലും സകലതും ദുഃഖിക്കുകയാണ്. വിശ്വപ്രകൃതിയുടെ ചലനങ്ങളെ കവിതയിൽ വരികളിൽ പ്രതിഫലിപ്പിക്കുന്നു. തണ്ടാർ സകൻ, സൂര്യനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തണ്ടാർ സകൻ എന്നാണ്. തണ്ടാർ സകൻ ആരാണ്? താമരയുടെ പ്രിയപ്പെട്ടവനാരോ അവനാണ് തണ്ടാർ സകൻ. അതാരാണ്? സൂര്യനാണ്, അല്ലേ? താമര എന്ന് പറയുന്നത് സൂര്യൻ്റെയും ആമ്പൽ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും കാമകന്മാരാണെന്ന കവി കൽപ്പനയാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ സൂര്യൻ എന്ന് നേരിട്ട് പറഞ്ഞാൽ മതി, പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? തണ്ടാർ സകൻ എന്നാണ് പറയുന്നത്. തണ്ടാർ സകൻ ഗിരിതടത്തിൽ വിവർണനായി നിന്നിണ്ടൽ പൂണ്ടിടുന്നു പവനൻ നെടുവീർപ്പിടുന്നു. തണ്ടാർ സകൻ എന്താണ്? പവനം കാറ്റാണ്. തണ്ടാർ സകൻ എന്ന് പറയുന്നത് താമരയുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള സൂര്യനാണ്. അപ്പം അവിടെ രണ്ട് വ്യക്തി, അതെ, പ്രകൃതിയിലുള്ള വണ്ടിൻ്റെയും പൂവിൻ്റെയും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കവിതയിൽ സ്വാഭാവികമായിട്ടും സൂര്യനും താമരയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് കൂടി പറയാം. ആ രീതിക്കാണ് ഇവിടെ തണ്ടാർ സകൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ വരികളിൽ പ്രകൃതിയിൽ പ്രപഞ്ചം മുഴുവൻ ദുഃഖിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തിനലിഞ്ഞു ഗുണധോരണി വെച്ചു നിന്മേൽ എന്തിനദാശു വിധിയേവ മപഹരിച്ചു ചിന്തിപ്പതാരരിയ സൃഷ്ടിരഹസ്യമാവതെന്തുള്ളു ഹാ ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴ. അതാണ്
അപ്പം ഇത്രയധികം ഗുണങ്ങൾ നിന്നിൽ ഇണക്കി ചേർത്തതിന് ശേഷം അവയൊക്കെയും എന്തിനാണ് വിധി നശിപ്പിച്ച് കളഞ്ഞതെന്ന് കവി ചോദിക്കുകയാണ്. ഗുണധോരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ഗുണപരമ്പരയാണ്. അപ്പം ഇത്രയധികം ഗുണങ്ങൾ നിന്നിൽ ഇണക്കി ചേർത്തതിന് ശേഷം അവയൊക്കെയും എന്തിനാണ് വിധി നശിപ്പിച്ച് കളഞ്ഞത് എന്ന് കവി ചോദിക്കുകയാണ്. ശേഷം പൂവിൻ്റെ പതനത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം കണ്ടെത്തുകയാണ് ആശാൻ എന്ന കവി. അപ്പോൾ പൂവിൻ്റെ പതനത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രേഷ്ഠമായിട്ടുള്ള സൃഷ്ടി രഹസ്യങ്ങൾ ആർക്കാണ് അറിയാൻ കഴിയുക, അല്ലേ? സൃഷ്ടിയുടെ രഹസ്യം, ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ആർക്കാണ് അറിയാൻ കഴിയുക? ശ്രേഷ്ഠ ഗുണങ്ങളോടുകൂടി ഒരു ഭൂമിയിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല, അല്ലെ? കവി തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ആളായിരുന്നു നമ്മുടെ ആശാനും അപ്പോൾ സദ്ഗുണങ്ങളുള്ള ആളുകൾ ഒരുപാട് കാലം ഭൂമിയിൽ നിലനിൽക്കില്ല. ഇപ്പം നമ്മുടെ കവിയായി കഴിഞ്ഞാലും നമ്മുടെ VC ബാലകൃഷ്ണ പണിക്കർ, കവികളെ മാത്രം എടുത്തു VC ബാലകൃഷ്ണ പണിക്കർ, ചങ്ങമ്പുഴ, ഇടപ്പള്ളി മുതലായ മഹത്തായ കവികളൊന്നും അധികകാലം നീണ്ടു നിന്നില്ല. അത് വളരെ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. സ്വാമി വിവേകാനന്ദനായി കഴിഞ്ഞാലും അത്ര മഹത്തുകളൊക്കെ വളരെ കാലം നീണ്ടു നിന്നില്ല. പക്ഷെ അവർ ആ ചെറിയ ജീവിത കാലയളവിൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇത് കവിതാരംഭത്തിൽ എന്ന പോലെ പ്രസ്തുത ശ്ലോകത്തിലും കവിയുടെ നേരിട്ടുള്ള വിലാപമാണ്. കവിതയുടെ ആരംഭത്തിലും പുഷ്പമേ അധിക തുങ്കപദത്തിൽ ഇത്ര നാൾ ശോഭിച്ചിരുന്നത് ഒരു രാജ്യം കടക്കയെ നീ ശ്രീ ഭൂവിൽ അസ്ഥിര സംശയം ഇന്ന് നിന്റെ അഭൂതി എങ്ങും പുനരിതിങ്ങു കിടപ്പിതോർത്താൽ എന്ന് പറയുന്നുണ്ട് കവി. ഇവിടെയും കവി നേരിട്ടുള്ള വിലാപമാണ് നടത്തുന്നത്. പൂവെന്ന പ്രതീകം സകല ഗുണങ്ങളുടെയും ഇരിപ്പിടമായിട്ടും, അല്ലേ? താമരപ്പൂവിലാണ് ആരിയിരിക്കുന്നത്? സരസ്വതി ദേവി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഗുണങ്ങളുടെയും ഇരിപ്പിടമാണ്. അഴക്, ശുദ്ധി, മൃദുത്വം എന്നീ ഗുണങ്ങൾ തികഞ്ഞിരുന്നിട്ടും, അല്ലേ? അഴകുണ്ട് പൂവിന്, ശുദ്ധിയുണ്ട്, മൃദുത്വമുണ്ട്. ഈ മികച്ച 3 ഗുണങ്ങളും തികഞ്ഞിരുന്നിട്ടും അല്പായുസായി തീർന്ന ആളാണ് പൂവെന്ന് പറയുന്നത്. അപ്പോൾ ശ്രീഭൂവിൽ അസ്ഥിര, ഗുണികൾ ഊടിയിൽ നീണ്ടുവാഴ എന്നീ പ്രയോഗങ്ങളിലെല്ലാം എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള അഗാധമായ ജ്ഞാനത്തിൻ്റെ തത്വചിന്താപ്രധാനമായ ദർശനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആശാൻ കവിതയിൽ തത്വചിന്ത വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആശാൻ്റെ ഏത് കവിത എടുത്തു കഴിഞ്ഞാലും തത്വചിന്ത വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആശാൻ്റെ നളിനി എടുത്താലും ലീല എടുത്താലും ചിന്താവിഷ്ടയായ സീത എടുത്തു കഴിഞ്ഞാൽ തത്വചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ശ്രീഭൂവിൽ അസ്ഥിര അസംശയം, അതുപോലെ ഗുണികൾ ഊടിയിൽ നീണ്ടുവാഴ, ഗുണങ്ങളുള്ളവർ ഭൂമിയിൽ വാഴില്ല. ശ്രീഭൂവിൽ അസ്ഥിരമാണ് ജീവിതം എന്ന് പറയുന്നത് മുതലായ വരികളിലെല്ലാം പ്രയോഗങ്ങളിലെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള അഗാധമായ ജ്ഞാനത്തിൻ്റെ എന്ത് കാണിക്കുന്നു? ചിന്താപ്രധാനമായ ദർശനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് കാണാൻ സാധിക്കും. 31ാമത്തെ ശ്ലോകം നോക്കാം. സാധിച്ചു വേഗം അഥവാ നിജ ജന്മകൃത്യം സാധിഷ്ടൻ പോട്ടിക സദാ നിശി ഭാന്ത പാദം ബാധിച്ചു രൂക്ഷ ശിലാ വാഴ്വതിൽ നിന്നും മേഘ ജ്യോതിസുതൻ ക്ഷണിക ജീവിതമല്ലീ കാമ്യം. എന്താണ്? ജന്മകൃത്യം വേഗത്തിൽ സാധിച്ചതിന് ശേഷം ഉത്തമ ജനങ്ങൾ കടന്നു പോയിക്കൊള്ളട്ടെ, അല്ലേ? എല്ലാ മനുഷ്യന്മാർക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ജന്മകൃത്യം ഉണ്ടാവും. അപ്പോൾ ആ ജന്മകൃത്യം വേഗത്തിൽ സാധിച്ചതിന് ശേഷം ഉത്തമ ജനങ്ങൾ കടന്നു പോയിക്കൊള്ളട്ടെ. രാത്രിയിൽ വഴിയാത്രക്കാരുടെ പാദങ്ങൾക്ക് ദുർഘടമാകുന്ന കഠിനമായ പാറയേക്കാൾ അവർക്ക് ഇരുട്ടിൽ വെളിച്ചമാകുന്ന മിന്നൽ പിണറിൻ്റെ ക്ഷണികമായ ജീവിതം തന്നെയാണല്ലോ ഉത്തമമായിട്ടുള്ളതെന്ന് കവി പറയുന്നു. നമ്മൾ രാത്രി നടന്നു പോകുന്ന സമയത്ത്, ഇന്നാണെങ്കിൽ നല്ല റോഡും വഴിയും ചെരുപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങളുണ്ട്, പക്ഷെ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഉള്ള കാര്യമാണ് കവി പറയുന്നത്. വഴിയാത്രക്കാരുടെ പാദങ്ങൾ, നഗ്നമായ പാദങ്ങൾക്ക് ദുർഘടമാകുന്ന പാറക്കൂട്ടങ്ങൾ, പാന്തർ എന്ന് പറയുന്നത് വഴിയാത്രക്കാരാണ്. വഴിയാത്രക്കാരുടെ പാദങ്ങൾക്ക് ദുർഘടമാകുന്ന കഠിനമായ പാറയേക്കാൾ നല്ലതെന്താണ്? അവരുടെ കയ്യിൽ വെളിച്ചമൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ ആ ഇരുട്ടിൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന മിന്നൽ പിണരുകൾ എന്താണ്? ക്ഷണികമാണ്. പാറയോ അത് വളരെ ദൈർഘ്യമേറിയ ജീവിതമാണ് പാറയുടേത്. എന്നാൽ മിന്നൽ പിണരുകൾ എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. പക്ഷെ ക്ഷണികമാണെങ്കിലും അവ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നിമിഷം ഇരുട്ടിലും മനുഷ്യർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത് വഴിയാത്രക്കാർക്ക്. അപ്പോൾ ആ ഒരു ക്ഷണികമായ ജീവിതമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നാണ് കവി പറയുന്നത്.
ക്ഷണികമായ ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും ക്ഷണികമെങ്കിലും ഉത്തമമായ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും ഒന്നുപോലെ കവി ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണെന്നും മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണെന്നും, പക്ഷെ ആ ക്ഷണികമെങ്കിലും ആ ജീവിതം ഉത്തമമായ ശ്രേഷ്ഠമായി മുന്നോട്ട് നയിക്കേണ്ടതുണ്ടെന്നും കൂടി കവി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം മരണത്തിൻ്റെ നേർക്കുള്ള കവിയുടെ ആഭിമുഖ്യവും വരികളിൽ വ്യക്തമാകുന്നു. അപ്പം അതോടൊപ്പം മരണത്തിൻ്റെ നേർക്കുള്ള കവിയുടെ ആഭിമുഖ്യവും ഇതിവിടെ വ്യക്തമാക്കുന്നുണ്ട്. മരണത്തിൻ്റെ നേർക്കുള്ള കവിയുടെ ആഭിമുഖ്യവും ഇവിടെ വരികളിൽ വ്യക്തമാക്കുന്നു. അടുത്ത വരി എന്താണ്? എന്നാൽ മുണ്ടഴലെനിക്കു വിയോഗമോർത്തു ഇന്നത്ര നിൻ കരുണമാം കിടപ്പു കണ്ടും ഒന്നല്ലി നാമൈ സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹ രചിച്ചതും നമ്മയല്ല. അപ്പോൾ കവി പറയാണ്, നിൻ്റെ വിയോഗത്തിലും കാരുണ്യജനകമായ നിൻ്റെ കിടപ്പ് കണ്ടും എനിക്ക് ദുഃഖമുണ്ട്. പൂവേ, വാസ്തവത്തിൽ നമ്മൾ സഹോദരരല്ലേ, നമ്മൾ ഒന്നല്ലേ, ഒരേ കൈയല്ലേ നമ്മൾ ഇരുവരെയും സൃഷ്ടിച്ചതെന്ന് കവി ചോദിക്കുകയാണ്. എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഒരേ കൈകളാണ്, അതുകൊണ്ട് നമ്മൾ സഹോദരന്മാരാണ്. അതുകൊണ്ട് നിൻ്റെ കിടപ്പ് കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, കാരണം നമ്മൾ ഒന്നാണ്. ഒരേ ദൈവത്തിൻ്റെ വ്യത്യസ്ത സൃഷ്ടികളാണ് പ്രപഞ്ചത്തിലെ ഓരോ ജീവനെന്ന് പറയുന്നത്. അപ്പോൾ സാർവലൗകികമായ സാഹോദര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ കവി നടത്തുന്നതെന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും. പൂവിൻ്റെ വിയോഗത്തിൽ പ്രപഞ്ചം മുഴുവൻ ദുഃഖിക്കുന്നതിനുള്ള കാരണം സാഹോദര്യം കൂടിയാണെന്ന് കവി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നീ വിധം ഗതി നിനക്കായി പോകാം, പിന്നൊന്നൊന്നായി തുടർന്നു വരുമാ വഴി ഞങ്ങളെല്ലാം ഒന്നിനുമില്ല നില ഉന്നതമാം കുന്നും മെന്നല്ലാഴിയും മൊരിക്കൽ നശിക്കുമോർത്താൽ. ഇവിടെയൊക്കെ ജീവിതത്തിനെ കുറിച്ചുള്ള കൃത്യമായ തത്വചിന്തകളും ജീവിതബോധങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്ന് നിൻ്റെ ഗതി ഇത്തരത്തിലായി, ഇന്ന് നിൻ്റെ ഗതി എന്ന് മരണത്തിലേക്കായി, നീ പോവുക, പിന്നെ ഒന്നൊന്നായി നിനക്കൊപ്പം ഞങ്ങളും വരും. ഞങ്ങളിവിടെ സ്ഥിരമായിട്ടുള്ളവരല്ല, ഞങ്ങൾ നിൻ്റെ പറയിൽ ഒന്നൊന്നായിട്ട് ഞങ്ങളും വരും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും സ്ഥായിയായ നിലനിൽപ്പില്ല. ഉന്നതമായിട്ടുള്ള കുന്നും ആഴിയും ഒരിക്കൽ, അതായത് ഉന്നതമായിരിക്കുന്ന കുന്നും കടലും, ആഴി എന്ന കടലാണ്, സമുദ്രമാണ്, ഒരിക്കലും നശിക്കുമെന്ന് ആശയം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് അസ്ഥിരതയാണ്. കാരണം ഇവിടെ ഒരു കാലത്ത് ദിനോസർ ഭരിച്ചിരുന്നു, അതിനു മുമ്പ് മാമത്തുകൾ ഉണ്ടായിരുന്നു, നിയണ്ടർത്ത മനുഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്നുണ്ടോ? നാളെ ഇപ്പോൾ മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പോൾ അസ്ഥിരതയാണ് പ്രപഞ്ചത്തിൻ്റെ തത്വശാസ്ത്രമെന്ന് കവി പറയുന്നു. അപ്പോൾ പിറവി പോലെ തന്നെ നാശവും യാഥാർത്ഥ്യമാണ്, അല്ലേ? ജനനം പോലെ തന്നെ മരണവും യാഥാർത്ഥ്യമാണ്. അതിൽ ഉയർച്ച താഴ്ചകളുടെ ഭേദമില്ല. ജൈവവും അജൈവവും എന്ന അന്തരവുമില്ല, അല്ലേ? ജീവനുള്ളതെന്നും ജീവനില്ലാത്തതെന്നും അന്തരമൊന്നുമില്ല, ജൈവമെന്നോ അജൈവമെന്നോ അന്തരവുമില്ല. അവിടെ എല്ലാം നശിക്കും, എല്ലാത്തിനും നാശം, അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അംബോജ ബന്ധുവിധ നിന്നാവശിഷ്ടകാന്തി സമ്പത്തെടുപ്പതിനണഞ്ഞു കരങ്ങൾ നീട്ടി ജംബിച്ച സൗരഭമിത കവരുന്നു വായു സമ്പൂർണമാ അഹഹ നിന്നുടെ ദായഭാഗം. എന്താണ്? അങ്ങനെ നിന്നിൽ അവശേഷിക്കുന്ന കാന്തി സമ്പത്തെടുക്കാനായി സൂര്യൻ്റെ കിരണങ്ങളാകുന്ന കൈകൾ നീട്ടുന്നു. സൂര്യൻ്റെ വെളിച്ചം പൂവിലേക്ക് വന്ന് എന്താവും, അല്ലേ? നമ്മളൊരു സൂര്യൻ്റെ വീണ് കിടക്കുന്ന ഒരു പൂവിനെ സൂര്യ വെളിച്ചത്തിൽ വെച്ചാലോ, സൂര്യൻ്റെ പ്രകാശത്തിൽ വെച്ച് കഴിഞ്ഞാലോ ആ പൂവ് വാടാൻ തുടങ്ങും. ഈ പൂവിൻ്റെ വാട്ടത്തിനെയാണ് പറയുന്നത് നിന്നിൽ അവശേഷിക്കുന്ന കാന്തിയുടെ സമ്പത്തെടുക്കാൻ സൂര്യൻ കിരണങ്ങളാകുന്ന കൈകൾ നീട്ടുന്നു. സൂര്യൻ കിരണങ്ങളാകുന്ന കൈകൾ നീട്ടിയിട്ട് നിന്നിലുള്ള വെളിച്ചത്തെ അല്ലെങ്കിൽ കാന്തിയെ എടുക്കുന്നു. അപ്പോൾ വെളിച്ചത്തെ മാത്രമല്ല ഇപ്പോൾ സൂര്യൻ എടുക്കാൻ പറ്റും, അതിൻ്റെ മണത്തെ എടുക്കാൻ പറ്റില്ല, അല്ലേ? സൗരവ്യത്തെ എടുക്കാൻ പറ്റില്ല. ആ സൗരവ്യത്തെ ആരാണ് കവരുന്നത്? കാറ്റാണ് കവരുന്നത്. അങ്ങനെ നിന്നിൽ ബാക്കിയുള്ള സമ്പത്തുകൾ, സ്വത്തുക്കളൊക്കെ നിൻ്റെ ബന്ധുക്കളെ കവർന്നെടുക്കാനായി എത്തുന്നു, അല്ലേ? മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം കരയും, പിന്നെന്താണ്? പിന്നെ മരണാനന്തരമുള്ള സ്വത്ത് പങ്കിടലിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, അല്ല? മിക്ക ആൾക്കാരും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനാണ് കാത്തിക്കുന്നത്? ഈ സ്വത്തൊന്ന് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ പൂവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യൻ കൈകൾ നീട്ടിയിട്ട് ആ കാന്തി മുഴുവൻ എടുത്തു. കാറ്റ് മിച്ചമുള്ള സൗരഭ്യം മുഴുവനും കവർന്നു. അപ്പോൾ മരണാനന്തരമുള്ള സ്വത്ത് പങ്കിടലിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നിലുള്ളതെല്ലാം പ്രപഞ്ചത്തിന് പൂവ് നൽകി, അല്ലേ? തൻ്റെ ഉള്ളിലുള്ള എല്ലാം പ്രപഞ്ചത്തിന് നൽകി. അവശേഷിക്കുന്നതെല്ലാം പ്രിയപ്പെട്ടവർ കവർന്നെടുത്തും കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന കാലത്ത് തനിക്കുള്ളതെല്ലാം പ്രപഞ്ചത്തിന് പൂവ് നൽകി, അവശേഷിക്കുന്നതെല്ലാം പ്രിയപ്പെട്ടവർ കവർന്നെടുത്തും കഴിഞ്ഞു,
എന്നാൽ മരണാനന്തരം കാറ്റിലൂടെയും സൂര്യനിലൂടെയും പൂവ് തൻ്റെ നാശത്തെ അതിജീവിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്ന് സാരം. അപ്പം മരണാനന്തരം കാറ്റിലൂടെയും സൂര്യനിലൂടെയും പൂവ് തൻ്റെ നാശത്തെ അതിജീവിക്കുകയാണ് അല്ലേ. മരണത്തിന് ശേഷവും കാറ്റിലൂടെയും സൂര്യനിലൂടെയും പൂവ് തൻ്റെ നാശത്തെ അതിജീവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് കാണുന്നു. അപ്പോൾ പൂവിന് മാനുഷിക ഭാവം പകർന്നു നൽകുകയാണ് കവി. ഒപ്പം പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞു ചേർന്ന അതിൻ്റെ നിലയും ഈ വരികളിൽ അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പന്നമായതു നശിക്കും, മണ്ണുകൾ നിൽക്കും, ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗമങ്ങൾ. എന്താണ് ഈ വരികളിൽ പറയുന്നത്? ഉൽപ്പന്നമായതു നശിക്കും, അണുക്കൾ നിൽക്കും, ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗമങ്ങൾ. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിക്കും, എന്നാൽ അവയുടെ സൂക്ഷ്മാംശങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ദേഹം ഉപേക്ഷിച്ച് ആത്മാവ് വീണ്ടും സൃഷ്ടിക്കപ്പെടും. ഓരോരുത്തരുടെയും കർമ്മഗതിക്കനുസരിച്ചുള്ളതാണ് പുനർജന്മം എന്ന് പറയുന്നത്. ഇതാണ് വേദോപനിഷത്തുകൾ കൽപ്പിച്ചിട്ടുള്ള ജനിമൃതി സങ്കല്പം എന്ന് പറയുന്നത് അല്ലേ. വേദവും ഉപനിഷത്തുകളും കൽപ്പിച്ചിട്ടുള്ള ജനമൃതി സങ്കല്പം അതാണ്. എന്താണ്? ദേഹം ഉപേക്ഷിച്ചിട്ട് പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിക്കും, എന്നാൽ അവയുടെ സൂക്ഷ്മ അംശങ്ങൾ നിലനിൽക്കും. നമ്മളെ ദേഹം നഷ്ടപ്പെടും അല്ലേ, മരണപ്പെട്ടു കഴിഞ്ഞാൽ ദേഹം നഷ്ടപ്പെടും, ആത്മാവ് നിലനിൽക്കും. ആ ആത്മാവ് വീണ്ടും സൃഷ്ടിക്കപ്പെടും. ഓരോരുത്തരുടെയും കർമ്മഗതിക്ക് അനുസരിച്ചിട്ടുള്ള പുനർജന്മം അല്ലേ. അപ്പോൾ നമ്മൾ നായായും നരിയായും പുലിയായും ഒക്കെ ജനിക്കും എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത ജന്മത്തിൽ പുനർജനിക്കുന്നത്. ചിലപ്പോൾ നായിയായിട്ടോ മനുഷ്യനായിട്ടോ നരിയായിട്ടോ എന്താണ് ജനിക്കുന്നത്, അത് നമ്മൾ ഈ ജന്മത്തിൽ കർമ്മഫലത്തിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ വരികളിലൂടെ പ്രപഞ്ച രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കവി വായനക്കാരനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ജീർണവസ്ത്രം കളഞ്ഞൻപോട് മനുഷ്യർ പൂർണ്ണശോഭം നവവസ്ത്രം ധരിച്ചിടുമെന്ന് പറയുന്നത് പോലെ എന്താണ് എഴുത്തച്ഛൻ്റെ വരികളാണത്. അത് മറ്റേ ഞാൻ പറഞ്ഞ രാമായണം കിളിപ്പാട്ടിലെ ജീർണവസ്ത്രം കളഞ്ഞൻപോട് മനുഷ്യർ പൂർണ്ണശോഭം നവവസ്ത്രം ധരിച്ചിടും. പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ശരീരങ്ങൾ വിട്ട് ആത്മാവ് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു എന്ന എഴുത്തച്ഛൻ്റെ വരി ഇവിടെ ഓർക്കാം. അപ്പോൾ ഈ വരി കൂടി ഇമ്പോർട്ടൻ്റ് ആയതാണ്, പ്രധാനപ്പെട്ടതാണ്. ഇതുകൂടി നിങ്ങൾ നോക്കുക. അടുത്ത വരി 36-ാമത്തെ ശ്ലോകം എന്താണ്? ഖേദിക്ക കൊണ്ടു ഫലമില്ല നമുക്കതെല്ലാം മോദത്തിനും ഭൂവി വിപത്തു വരാം ചിലപ്പോൾ ചൈതന്യമാം ജഡവുമായി കലരാം ജഗത്തിൽ ഏതെങ്കിലും വടിവിലീശ്വര വൈഭവത്താൽ. ദുഃഖിച്ചിട്ട് കാര്യമില്ല, ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയും ലോകത്തിൽ വിപത്തുകൾ സംഭവിക്കാറുണ്ട് അല്ലേ. നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല, ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടും ലോകത്തിൽ വിപത്തുകൾ സംഭവിക്കാറുണ്ട്. സകലതും ലോകത്തിൻ്റെ ഗതിക്കായിട്ട് ഈശ്വരൻ്റെ ഇച്ഛയാലാണ് സംഭവിക്കുന്നതെന്ന് സാരം. അപ്പം നിത്യതയുടെ വിവരണമാണ് ഇവിടെ കവി നടത്തുന്നത്. ഇതൊക്കെ തത്വചിന്താപരമായിട്ടുള്ളതാണ്. നശ്വരമായിട്ടുള്ള അവസ്ഥയെ പോലും മറികടക്കാൻ ചിലപ്പോൾ നിത്യതയ്ക്ക് എന്ന് നിലനിൽക്കുന്ന, നിത്യത പറഞ്ഞാൽ എന്ന് നിലനിൽക്കുകയാണ്. അപ്പം നശ്വരമായിട്ടുള്ള അവസ്ഥയെ പോലും മറികടക്കാൻ ചിലപ്പോൾ നിത്യതയ്ക്ക് എന്ന് നിലനിൽക്കുന്നു എന്ന സങ്കല്പത്തിന് കഴിയുന്നു. അപ്പോൾ ശുഭസൂചകമായിട്ട് ജീവിതത്തെ നോക്കിക്കാണാനുള്ള പ്രേരണയാണ് കവി വരികളിൽ കാണുന്നത്. നമ്മൾ ഇതിനൊക്കെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ലോകത്തിൻ്റെ ഭൂമിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും വിപത്തുകൾ രൂപപ്പെടാം. അപ്പോൾ നമ്മളതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതത്തെ എപ്പോഴും ശുഭസൂചകമായിട്ട് നോക്കിക്കാണണമെന്നാണ് ഇവിടെ പറയുന്നത്. 37-ാമത്തെ ശ്ലോകം എന്താണ്? ഈ പക്ഷിമാബ്ദിയിൽ അണഞ്ഞൊരു താരമാരാൽ ഉൽപ്പന്ന ശോഭമുദ്രയാർദ്ദയിലെത്തിടുമ്പോൾ സത്പുഷ്പമേ ഇവിടെ മാഞ്ഞു സുമേരുവിന്മേൽ കൽപ്പദ്രുമത്തിനുടെ കൊമ്പിൽ വിടർന്നിടാം നീ. ഈ പശ്ചിമ സമുദ്രത്തിൽ അണഞ്ഞ നക്ഷത്രം നവീന ശോഭയോടുകൂടി ഉദയപർവ്വതത്തിൽ വീണ്ടും എത്തുന്നത് പോലെ അല്ലയോ ഉത്തമ പുഷ്പമേ, നീ ഇവിടെ ഈ മണ്ണിൽ മറഞ്ഞു പോയെങ്കിലും ഇനി നീ സ്വർഗത്തിലെ മഹാമേരു പർവ്വതത്തിലെ കൽപ്പവൃക്ഷത്തിൻ്റെ കൊമ്പിലാകാൻ നിത്യശോഭയാർന്ന് വിലസുക എന്നാണ് ഇവിടെ ആശയം വരുന്നത്. പശ്ചിമ സമുദ്രത്തിൽ അണഞ്ഞ നക്ഷത്രമാവുന്ന നവീന ശോഭയോടുകൂടിയ ഉദയപർവ്വതത്തിൽ വീണ്ടും എത്തുന്നത് പോലെ അല്ലേ. പശ്ചിമ സമുദ്രത്തിൽ അണഞ്ഞ നക്ഷത്രം ആരാണ്? സൂര്യനാണ്. പടിഞ്ഞാറെ കടലിൽ അസ്തമിക്കുന്ന അല്ലെങ്കിൽ എത്തുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യൻ പിറ്റേ ദിവസം വീണ്ടും എന്ത് ചെയ്യും? നവീന ശോഭയോടുകൂടി ഉദയപർവ്വതത്തിൽ വീണ്ടും എത്തും.
അല്ലേ? അല്ലാണ്ട് സമുദ്രത്തിലാണെങ്കിൽ അവിടെ തന്നെ ബാക്കിയാവുന്നില്ല. അതുപോലെ തന്നെ പുതിയ ശോഭയോട് കൂടി എത്തുന്നത് പോലെ തന്നെ സുമേരു എന്ന് പറയുന്നത് എന്താണ്? മഹാമേരു പർവ്വതം. മഹാമേരു പർവ്വതത്തിൽ നീ ഇവിടെ ഭൂമിയിൽ മണ്ണിൽ മറഞ്ഞു പോയെങ്കിലും ഇനി നീ സ്വർഗത്തിലെ മഹാമേരു, സുമേരു പറഞ്ഞ മഹാമേരുവാണ്. മഹാമേരു പർവ്വതത്തിൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൃക്ഷമാണ് കൽപ്പവൃക്ഷം. കൽപ്പവൃക്ഷത്തിൻ്റെ കൊമ്പിലാകാം നിത്യശോഭയാർന്ന് വിലസുക എന്നാണ് കവി പറയുന്നത്. അപ്പോൾ സുമേരു പർവ്വതം എന്ന് പറയുന്നത് ഉയർന്ന ജ്യോതിസുകളിൽ ചെന്ന് മുട്ടുന്നതാണ് സുമേരു പർവ്വതം എന്ന് പറയുന്നത്. അതുപോലെ ഉയർന്ന് സുമേരു പർവ്വതത്തിലെ കൽപ്പവൃക്ഷത്തിൻ്റെ മുകളിൽ നിത്യതയോടെ ശോഭിക്കുമെന്നതാണ് കവി സങ്കല്പിക്കുന്നത്. അപ്പോൾ കവി ഭാവനയുടെ ഉദാത്തതയാണ് ഇവിടെ കാണുന്നുള്ളത്, അല്ലേ? കവി പറയാൻ എന്താണ്? നീ ഇതോടുകൂടി നീ അവസാനിച്ചു എന്നൊന്നല്ല കവി പറയുന്നത്. നീ എവിടെയാണ്? നീ സുമേരു പർവ്വതത്തിൻ്റെ, മഹാമേരു പർവ്വതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഇടത്ത്, കൽപ്പവൃക്ഷത്തിൻ്റെയും ഏറ്റവും ഉന്നതമായ ഇടത്ത് നീ വിലപിക്കല്ല, എന്താണ്? വിലസുമെന്നാണ് കവി പറയുന്നത്. സമ്പൂല ശോഭം അതു കണ്ടു കുതൂഹലം പൂണ്ടമ്പോടടുക്കും അളിവേണികൾ ഭ്രഷ്ടയായി നീ ഇമ്പത്തെയും സുരയുവാക്കളിലേകി രാഗസമ്പത്തെയും സമധികം സുഹൃതം ലഭിക്കാം എന്നാണ് ഈ വരികളിൽ വന്ന് 38-ാം ശ്ലോകത്തിൽ. അതീവ ശോഭയോടെ ഉയർന്ന് ആ പുഷ്പം തെളിയുന്നത് കണ്ട് ആഹ്ലാദത്തോടെ സ്നേഹവായ്പോടെയും ദേവാംഗനമാർ നിന്നെ നോക്കും. ദേവാംഗനമാർ സ്നേഹവായ്പോടെയും ആഹ്ലാദത്തോടെയും അതീവ ശോഭയോടെ ഉയർന്ന് ആ പുഷ്പം തെളിയുന്നത്. അപ്പോൾ നീ അവിടെ തെളിയുന്നത് അവിടുത്തെ ദേവാംഗനമാർ സന്തോഷത്തോടു കൂടി സ്നേഹവായ്പോടുകൂടി നോക്കും. ദേവസ്ത്രീകൾ എന്ത് ചെയ്യും? അവരുടെ വാർക്കൂന്തലിൽ, കറുത്ത മുടിയിൽ, സുന്ദരമായ മുടിയിൽ അലങ്കാരമായിട്ട് അവർ നിന്നെ സ്വീകരിക്കും. അവർക്ക് അലങ്കാരം എന്ന വിധത്തിൽ ദേവന്മാരിൽ പ്രണയവും ഇമ്പവും വളർത്തി നിനക്ക് അത്യധികമായ സുഹൃതം ലഭിച്ചെന്നു വരാമെന്ന് കവി പറയുന്നു. അവർക്ക് അലങ്കാരം എന്ന വിധത്തിൽ ദേവന്മാരിൽ പ്രണയവും ഇമ്പവും വളർത്തി നിനക്ക് അത്യധികമായ സുഹൃതം ലഭിച്ചെന്നും, അല്ലേ? ദേവന്മാരിൽ ഈ പൂവ് തലയിൽ ചൂടി ദേവാംഗനമാർ അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്ത്രീകൾ ചൂടി, ആ പൂവ് ചൂടുന്ന കണ്ടിട്ട് ആർക്ക് പ്രണയം തോന്നും? ദേവന്മാർക്ക് ഇവരോട് വീണ്ടും പ്രണയവും സ്നേഹവും ഒക്കെ തോന്നും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലോ അവർക്കും ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അവരിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടും? അത്യധികമായ സുഹൃതം ലഭിച്ചെന്ന് വരാം. നമ്മുടെ ഭൂമിയിലുള്ള ഇഹലോകത്തിൽ അനുവർത്തിച്ച നന്മയാൽ മരണാനന്തരം ലഭിച്ചേക്കാവുന്ന സ്വർലോകവാസ സൂചനയാണ് പ്രസ്തുത വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത്. ഭൂമിയിൽ നമ്മൾ നന്മ ചെയ്ത് കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗം എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതല്ലെങ്കിലോ നമ്മൾ നരകം എന്ന വിശ്വാസത്തിലേക്കായിരിക്കും പോകുന്നതെന്നാണ് കവി പറയുന്നത്. അല്ലെങ്കിൽ ആ തുതി എഴുന്ന മാരർഷിമാർക്കു ഫൂലപ്രകാശം ഇയലു ബലിപുഷ്പമായി സ്വർലോകവും സകല സംഗമവും കടന്നു ചെല്ലാം നിനക്കു തമസാപരമാ പദത്തിൽ. എന്താണ്? അല്ലെങ്കിൽ തേജസ്സികളായ മഹർഷിമാർക്ക് പൂർണ്ണമായ പ്രകാശം ചെരിയുന്ന ബലിപുഷ്പമായി ഭവിച്ച് സ്വർഗവും സർവ്വവിധമായ ബന്ധങ്ങളും അതിലംഘിച്ച് അജ്ഞാനമില്ലാത്ത സത്യത്തിൻ്റെതായ പദത്തിലേക്ക് പ്രാപിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കും. ശരി, നീ സ്വർഗത്തിലേക്ക് പോകുന്നില്ല, ഈ പറയുന്ന പോലെ വാർക്കൂന്നലിനെ അണിയാൻ വേണ്ടി നീ പോകുന്നില്ല. അപ്പോൾ നീ എന്ത് ചെയ്യും? തേജസ്വികളായിട്ടുള്ള മഹർഷിമാർക്ക് പൂർണ്ണമായിട്ട് പ്രകാശം ചെരിയുന്ന, ബലി നൽകുന്ന, അല്ലെ, ദൈവത്തിന് ബലി നൽകുന്ന പ്രകാശമായിട്ട് ബലിപുഷ്പമായിട്ട് ഭവിച്ച് സ്വർഗവും സർവ്വവിധമായ ബന്ധങ്ങൾ, അല്ലെ, മഹർഷിമാർ സർവ്വവിധമായുള്ള എല്ലാ ലൗകിക ബന്ധങ്ങളെയും സ്വർഗത്തെയും അതിലംഘിച്ചുകൊണ്ട് അജ്ഞാനമില്ലാത്ത, ജ്ഞാനം മാത്രമുള്ള സത്യത്തിൻ്റെതായ പദത്തിലാണ് ജീവിക്കുന്നത്. ആ പദത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിനക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ലോകത്തിന് ശാന്തി നൽകുന്ന ദേവർഷിമാർക്ക് പ്രകാശം പരത്തുന്ന തരത്തിൽ ഏറ്റവും ഉയർന്ന സങ്കല്പത്തിലേക്ക് പൂവിനെ എത്തിച്ചിരിക്കുന്നു. പരമപദത്തെ പൂവിൻ്റെ മോക്ഷപ്രാപ്തിക്കായി സൂചിപ്പിക്കുന്നു, അല്ലേ? പൂവിൻ്റെ മോക്ഷപ്രാപ്തി, അല്ലേ? പരമപദത്തിൽ എത്തുകയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ പരമപദത്തിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കില്ല. അത് ഏറ്റവും നന്മ ചെയ്തവർക്ക് മാത്രമേ പരമമായ പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. ഇവിടെ ഏറ്റവും പരമമായ പദത്തിലേക്ക് ആരാണ് എത്തിച്ചേരുന്നത്? പൂവാണ്. പരമപദത്തെ പൂവിൻ്റെ മോക്ഷപ്രാപ്തിക്കായിട്ട് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 40-ാമത്തെ ശ്ലോകം, നമ്മൾ കവിതയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ്. 40-ാമത്തെ ശ്ലോകം എന്താണ്? ശാന്തിയോപനിഷത്തോക്തികൾ തന്നെ നൽകും ക്ലേശിപ്പദാത്മ പീഡന അജ്ഞയോഗ്യം ആശാംബരം ശ്രുതിയിൽ വയ്ക്കുക നമ്മൾ പിന്നെ ഈ ആജ്ഞ പോലെ
വരുമൊക്കെയും മൂർഖപ്പൂവേ. അപ്പം നമുക്ക് ശാന്തി പകരുന്നത് വേദാന്ത ശാസ്ത്ര തത്വങ്ങൾ മാത്രമാണ് അല്ലേ. വേദവും ശാസ്ത്ര തത്വങ്ങളും മാത്രമാണ് നമുക്ക് ശാന്തി പകരുന്നത്. അപ്പോൾ വെറുതെ ദുഃഖിക്കുന്നത് സ്വന്തം ആത്മാവിന് നൽകുന്ന പീഡയാണ് അല്ലേ. കവി സ്വയം സങ്കല്പിക്കുകയാണ്, ഇതുവരെ കവി സങ്കടപ്പെടുകയാണ്. ആ കവി പറയുകയാണ്, സ്വയം ദുഃഖിക്കുന്നത് സ്വന്തം ആത്മാവിന് സ്വയം നൽകുന്ന പീഡയാണ്. അത് അറിവില്ലാത്തവർ ചെയ്യുന്ന കർമ്മമാണ്. അതിനാൽ വേദങ്ങളിൽ നാം സുദൃഢമായ പ്രത്യാശ സമർപ്പിക്കണം. പിന്നെയുള്ളതൊക്കെയും ഈശ്വര നിശ്ചയം പോലെ വന്നുകൊള്ളുമെന്ന് നീ ഓർക്കുക. നമ്മൾ വേദങ്ങളിൽ നാം സുദൃഢമായിട്ട് പ്രത്യാശ സമർപ്പിക്കണം. പിന്നെയുള്ളതൊക്കെ ഈശ്വരൻ നിശ്ചയിക്കുന്നത് പോലെ, വിധി നിശ്ചയിക്കുന്നത് പോലെ വന്നുകൊള്ളുമെന്ന് നീ ഓർക്കുക. ഈശ്വരൻ്റെ തീരുമാനത്തിനും വിധിയുടെ അലംഘനീയതയ്ക്കും മുന്നിൽ മനുഷ്യൻ നിസ്സഹായരാണെന്ന് സാരം. അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലോ എങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് നാലപ്പാട്ട് നാരായണമേനോൻ കണ്ണുനീർ തുള്ളിയിൽ എഴുതിയൊരു വരിയുണ്ട്. അത് ഇവിടെ പറയാം. അപ്പം ജ്ഞാനത്തിലൂടെ വെളിച്ചം പകരാൻ കഴിയും അല്ലേ. അറിവിലൂടെ വെളിച്ചം പകരാൻ കഴിയും. വേദാന്ത ജ്ഞാനത്തിലൂടെ ഏത് ദുഃഖങ്ങളെയും അതിജീവിക്കാൻ പറ്റും. ജ്ഞാനത്തിലൂടെ വെളിച്ചം പകരാൻ കഴിയുമെങ്കിൽ വേദാന്തമാകുന്ന ജ്ഞാനത്തിലൂടെ ഏത് ദുഃഖത്തെയും അതിജീവിക്കാൻ ആർക്ക് കഴിയും? മനുഷ്യന് കഴിയും. അപ്പോൾ ദുഃഖിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കർമ്മണ്യേവാധികാരസ്തു എന്ന ഭഗവത്ഗീതാ ദർശനവും ഇവിടെ സ്മരിക്കാവുന്നതാണെന്ന് കൂടി കവി സൂചിപ്പിക്കുന്നുണ്ട്. അവസാന വരി എന്താണ്? ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു വരിയാണ്. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ. എണ്ണിടുകാർക്കും ഇതുതാൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവു കഷ്ടം എന്നാണ് പറയുന്നത്. അല്ലയോ എൻ്റെ കണ്ണുകളെ, ഈ കാഴ്ചയിൽ നിന്ന് മടങ്ങുക. ഈ പുഷ്പം ഇപ്പോൾ തന്നെ കരിയും. സ്വന്തം കണ്ണുകളോട് കവി പറയാണ്, അല്ലയോ എൻ്റെ കണ്ണുകളെ, നീ ഈ വീട് കിടക്കുന്ന മരണപ്പെട്ട് കിടക്കുന്ന ഈ പൂവിൻ്റെ കാഴ്ചയിൽ നിന്ന് നീ മടങ്ങുക. ഈ പൂവ് ഇപ്പോൾ തന്നെ കരിഞ്ഞും അലിഞ്ഞും മണ്ണായി അത് വിസ്മരിക്കപ്പെടും. ലോകത്തിൽ എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. കണ്ണീരണിഞ്ഞുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെയാണ് അല്ലേ. ഭൂമിയിലെ ജീവിതം ഒരു സ്വപ്നം പോലെയാണ്. കഷ്ടം എന്ന് കവി പറഞ്ഞു നിർത്തുന്നു. കഷ്ടം എന്ന് പറഞ്ഞാണ് അല്ലേ, അവനി വായു കിനാവ് കഷ്ടം എന്ന് പറഞ്ഞാണ് കവി അവസാനിപ്പിക്കുന്നത്. ഇതൊരു കഷ്ടപ്പെട്ട ജീവിതമാണ്. എങ്ങനെയാണ്? ഒരു സ്വപ്നം പോലെയാണ് ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. ഒരു സ്വപ്നം പോലെയാണ്. അപ്പോൾ ജീവിതത്തെ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാത്ത കിനാവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് കവിയുടെ സൂക്ഷ്മ വീക്ഷണത്തിൽ ഉദാഹരണമാണ്. ജീവിതം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാത്ത ഒരു കിന അല്ലേ. ചിലപ്പോൾ നമ്മുടെ ജീവിതം കുറേ നീണ്ടുപോയേക്കാം അല്ലെ. ഒരു സ്വപ്നം എങ്ങനെയാണ്? വളരെ സുന്ദരമായൊരു സ്വപ്നം പെട്ടെന്ന് അവസാനിച്ച് പോയേക്കാം, അവസാനിക്കാതെയും പോയേക്കാം. അപ്പോൾ കവിത എങ്ങനെയാണ് അവസാനിക്കുന്നത്? തൻ്റെ കണ്ണുകളോട് തിരിച്ചു വരാൻ പറയുകയാണ് അല്ലെ. കവി വീണ് കിടക്കുന്ന പൂവിനെ കണ്ണുകൊണ്ട് കവിത തുടങ്ങുകയും ഒടുവിൽ കുറേ തത്വചിന്തകളും ഒക്കെ പറഞ്ഞതിന് ശേഷം കണ്ണിനോട് മടങ്ങി വരാൻ വരികയാണ്. കാരണം പൂവ് ഇപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് പോവാം, മണ്ണിൽ അലിഞ്ഞു പോകുമെന്നും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാണ് കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആശാന്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു കവിതയാണ് വീണപ്പൂവ് എന്ന് പറയുന്നത്. അപ്പം അന്ന് വരെയുള്ള കാവ്യ പരിസരങ്ങളിൽ നിന്ന് വ്യത്യസ്തവും ആശയഗംഭീരവും അർത്ഥഗർഭവുമായിട്ടുള്ള ഒരു കൃതിയാണിത്. പ്രത്യക്ഷ തലത്തിൽ ഒരു പൂവിൻ്റെ ജീവിതത്തിലെ ജനനം മുതൽ മരണാസന്നത വരെയുള്ള ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികതയെ വ്യാഖ്യാനിക്കുകയാണ് കവിതയിൽ ചെയ്യുന്നത്. അപ്പോൾ ആശാന്റെ ജീവിത വീക്ഷണത്തിൻ്റെ പൂർണ്ണാവിഷ്കാരമാണ് ഈ കാവ്യമെന്ന് പറയാം. തൻ്റെ ജീവിത സങ്കല്പങ്ങളെയാകെ ഒരൊറ്റ ബിംബമാക്കിയത് അത് ആശാനും അദ്ദേഹത്തിൻ്റെ വീണപ്പൂവാണ്. ഹ എന്ന വ്യാക്ഷേപ ശബ്ദത്തിൽ ആരംഭിച്ച് കഷ്ടം എന്ന വ്യാക്ഷേപ ശബ്ദത്തിലാണ് അവസാനിക്കുന്ന ഒരു കാവ്യമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഹ എന്ന് പറയുന്ന ഒരു വ്യാക്ഷേപ ശബ്ദത്തിലാണ് കാവ്യം ആരംഭിക്കുന്നത്. ഹ എന്ന വ്യാക്ഷേപ ശബ്ദത്തിലാണ് കാവ്യം ആരംഭിക്കുകയും കഷ്ടം എന്ന വ്യാക്ഷേപ ശബ്ദത്തിൽ കാവ്യം അവസാനിക്കുകയും ചെയ്യുന്നു. ഗഗനമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാവവിശേഷങ്ങൾ അതിലൂടെ അഭിവ്യക്തമാക്കിയാണ് കവി ഒരു 42 ശ്ലോകങ്ങളിലൂടെ ക്ഷണികമായ ജീവിതത്തെക്കുറിച്ചുള്ള കൽപ്പനകളും ചിന്തകളും വിശ്വാസങ്ങളുമെല്ലാം കവി അവതരിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം ഒരു മനുഷ്യായുസ്സിൽ നാം എങ്ങനെ നന്മയിലൂടെ പുനർജനിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തലും കവിത നൽകുന്നുണ്ട്. കേവലം ഒരു പൂവിൻ്റെ പതനം എന്നതിലുപരി
മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തതയാർന്ന ആവിഷ്കാരമാണ് കുമാരനാശാൻ്റെ വീണപ്പൂവെന്ന് പറയുന്നത്. അപ്പോൾ ഐശ്വര്യം ഭൂമിയിൽ ക്ഷണികമാണെന്നും സ്ഥായിയായി ഒന്നും നിലനിൽക്കില്ല എന്നുള്ള സൂചന നൽകുന്നുണ്ട്. പൂവിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയെ കവി അവതരിപ്പിക്കുന്നുണ്ട്. സാർവലൗകികമായ ചരാചര പ്രേമത്തെ പൂവ് എന്ന സങ്കല്പത്തിലൂടെ കവി ഉയർത്തുകാട്ടുന്നുണ്ട്. ദേഹം എന്ന് പറയുന്നത് നശ്വരവും ദേഹി എന്ന് പറയുന്നത് സ്ഥായിയുമാണെന്നും ഉടൽ വിട്ട് ആത്മാവ് പുനർജനിക്കുന്നുവെന്നും ഭൂമിയിൽ എല്ലാവർക്കും ആനന്ദം പകർന്ന പൂവിന് മരണാനന്തരം വിശേഷപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുന്നു എന്നുകൂടി കവി സൂചിപ്പിക്കുന്നുണ്ട്. ഹ, കഷ്ടം എന്നീ വ്യാക്ഷേപങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയും മൂല്യങ്ങളെക്കുറിച്ചുള്ള മഹത്തായ ദർശനങ്ങളുമാണ് വീണപ്പൂവ് എന്ന കവിതയിലൂടെ ആശാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പൂവ് ഇതിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നൽകിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കണം. കാരണം അതിൽ നിന്ന് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ, ആശാനെ ആരെയാണ് വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് ആരാണ് മുതലായ ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യമായിട്ട് ഈ കവിത എവിടെയാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിക്കാം. രണ്ടാമത് എവിടെയാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിക്കാം. അതുപോലെ തണ്ടാർ സഹൻ ആരാണെന്ന് ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞ വരികൾ, എല്ലാ ശ്ലോകങ്ങളും ഓർമ്മ വേണം, ആ ശ്ലോകങ്ങളെ അർത്ഥം ഓർമ്മ വേണം. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീണപ്പൂവ് എന്ന കവിത ഇതോടുകൂടി അവസാനിക്കുന്നു.